Hi, welcome. Module 5. Module 5 Balancing of rotating masses. Balancing of rotating masses. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മോഡ്യൂൾ 5-ൻ്റെ പാർട്ട് ബി എന്ന് പറയുന്നതിൻ്റെ അകത്ത് ചോദിക്കാൻ പറ്റുന്ന പ്രോബ്ലമാറ്റിക് ചോദ്യത്തിൻ്റെ അകത്ത് പാർട്ട് എ ഓറും ഉണ്ട്, പാർട്ട് ബി ഓറും ഉണ്ട്. അതിൻ്റെ പാർട്ട് എ ഓർ എന്ന് പറയുന്നത് ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ആണ്. പാർട്ട് ബി ഓർ എന്ന് പറയുന്നതാണ് ബാലൻസിങ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മാസസ്. റൊട്ടേറ്റിംഗ് മാസസും ഉണ്ട്, റെസിപ്രോക്കേറ്റിംഗ് മാസസും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. റൊട്ടേറ്റിംഗ് മാസസ് കുറച്ച് എളുപ്പമാണ്, റൊട്ടേറ്റിംഗ് മാസസ് ആണ് പറയാൻ പോകുന്നത്. അപ്പം ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഈ ഒരു 5th മോഡ്യൂൾ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിൻ്റെ അകത്ത് വെറും 4 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആ 4 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ്ട് ഇതാണ് ആ 4 ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇത്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇത്, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇത്. ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മോഡ്യൂൾ 5 നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും, ഷുവറാണ്. കാരണം ഈ ഒരു 4 പാറ്റേണാണ് തിരിച്ചും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. ഇനി ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ്, ഇതിൻ്റെ അകത്ത് 2 ഡീവിയേഷൻ ഉണ്ട്. ബാലൻസിങ് ഓഫ് റൊട്ടേറ്റിംഗ് മാസസ് ഓൺ സെയിം പ്ലെയിനും ഉണ്ട്, ഓൺ ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓക്കെ, ഡിഫറൻറ്റ് പ്ലെയിനും ഉണ്ട്. ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാമല്ലോ അല്ലേ? ഓക്കെ, ഓൺ സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റ്. ഈ ഒരു ഷാഫ്റ്റ് വന്നിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഈ ഷാഫ്റ്റിൽ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം കയറ്റി പിടിപ്പിച്ചു. അതുപോലെ തന്നെ ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗം എത്രയാണ് ഒരു പ്ലെയിന്. ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, ഇവിടെ ഒരെണ്ണം പിടിപ്പിച്ചു, അങ്ങനെ വിചാരിക്കുക. അപ്പം ഈ 3 എണ്ണം വെക്കുവാണെങ്കിൽ ഒന്ന് ഇവിടെ ഇരിക്കും, ഇനി ഒരെണ്ണം ഇവിടെ ഇരിക്കും, ഇപ്പുറം ഇരിക്കും, അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. എല്ലാം ഒരു പ്ലെയിനിലായിട്ട് ഇങ്ങനെ നിൽക്കും അല്ലേ? ശരിയല്ലേ? എല്ലാം ഒരു പ്ലെയിനിലായിട്ട് നിൽക്കും, ഇങ്ങനെ നിൽക്കും. അതാണ്, അതായത് ഇതൊരു പ്ലെയിനാന്ന് വിചാരിക്കുക. ഇത് ഇത്രയാണ് ഒരു പ്ലെയിൻ എങ്കിൽ ഈ ഒരു പ്ലെയിനിൽ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നതിനാണ് എന്തോന്ന് ഓൺ സെയിം പ്ലെയിൻ. ഇനി ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെ വരും എന്ന് വിചാരിച്ചാൽ ഇതിപ്പോൾ ഇതിപ്പോൾ ഷാഫ്റ്റ് അപ്പോഴത്തേക്കും ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, ഇനി ഒരെണ്ണം ഇവിടെ, അങ്ങനെ വേറെ സ്ഥലത്ത് ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതായത് ഒരെണ്ണം ഇവിടെ വരും, ഒരെണ്ണം ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നീണ്ടു നിൽക്കും. അപ്പം സെയിം പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇത് ഇത്രയാണ് സെയിം പ്ലെയിൻ. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞാലോ ഒന്ന് ഇവിടെ ആയിരിക്കാം, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ, ഇതൊരു പ്ലെയിൻ. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിൻ. ഈ വെക്കുന്ന ഈ മാസസ് എല്ലാം വന്നിട്ട് ഒരേ പ്ലെയിനിൽ തന്നെ ഇരിക്കുന്നതെങ്കിൽ അത് ഓൺ സെയിം പ്ലെയിന്. വേറെ പോലെയാണെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിന്. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്ലെയിനിനെ ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും സംഭവം. 1 2 3 4 അങ്ങനെയുള്ള രീതിയിൽ ഇരിക്കുമെന്ന് വിചാരിച്ചോ. ഇങ്ങനെയുള്ള രീതിയിലിരിക്കും. ഇതൊരു ഷാഫ്റ്റ് ആണെങ്കിൽ ഇത് പല സ്ഥലത്തായിട്ട് ഇങ്ങനെ വരും. ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം, ഇവിടെ നിന്ന് ഇങ്ങനെ നീണ്ടു നിൽക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഒരു ഷാഫ്റ്റ് ആണെങ്കിൽ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ ഇതിൽ തന്നെയാണ് അങ്ങോട്ടും വേറെ പല ആംഗിളിൽ ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്തോന്നാണ് ഓൺ സെയിം പ്ലെയിന്. ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് പല ഇവിടെ അങ്ങനെ പല പ്ലെയിനിലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് ഡിഫറെൻറ്റ് പ്ലെയിൻ. അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യം മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ അകത്ത് അറ്റാച്ച് ചെയ്യാൻ നോക്കാം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും സീനായില്ലെങ്കിൽ. ഓക്കെ, അപ്പം ഓൺ സെയിം പ്ലെയിന്, ഓൺ ഡിഫറെൻറ്റ് പ്ലെയിന്. ഓക്കെ, അപ്പം സെയിം പ്ലെയിനിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ, അതായത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം ഇട്ട് ഇങ്ങനെ കറക്കാൻ നിർത്തി ഇപ്പോൾ ഒരെണ്ണം ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒരു സാധനം ഇതിനകത്ത് നീണ്ടു നിൽക്കുവാണ്. അപ്പം നമ്മൾ ഇതിനിട്ട് ഇങ്ങനെ കറക്കാൻ നേരത്തെ ഇതും കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? ഇതിങ്ങനെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് കുറേ എണ്ണം ഇങ്ങനെ കറങ്ങാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങനെ വരും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇത് സംഭവം ബാലൻസ്ഡ് അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ബെൻഡിങ് ഫോം ചെയ്തേക്കാം.
ഇതിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനാകൊണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം കാറയിൽ ഒക്കെ വന്നിട്ട് നമ്മൾ വീൽ ബാലൻസിങ് ചെയ്യും. അതായത് വീലിന് ഇങ്ങനെ അലൈൻ ചെയ്യിപ്പിച്ചിട്ട് എവിടെയാണോ കറക്റ്റ് ആംഗിൾ അവിടെ വെച്ച് അവിടെ നമ്മളൊരു ചെറിയ വെയിറ്റ് കൊടുക്കും. ആ വെയിറ്റ് കൊടുക്കാൻ നേരത്ത് ആ വീല് ബാലൻസ്ഡ് ആവും, കംപ്ലീറ്റ്ലി ബാലൻസ്. അതാണ് സെയിം സംഭവമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ പറയും ഒരു സാധനമുണ്ട്, ഒരു ഷാഫ്റ്റ് ഉണ്ട്, അതിനകത്ത് ഇന്ന സ്ഥലത്തൊക്കെയാണ് പിടിപ്പിച്ചിരിക്കുന്നത്, ഈ സംഭവം ബാലൻസ്ഡ് അല്ല. അപ്പം നിങ്ങൾ ഇതിനെ ബാലൻസ് ആക്കണം. ബാലൻസ് ആക്കണമെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങനെ നോക്കാൻ നേരത്തെ ഇതിൻ്റെ അകത്ത് ഏതോ ഒരു കറക്റ്റ് ആംഗിൾ, ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏതോ ഒരു കറക്റ്റ് ആംഗിളിൽ കൊണ്ടുപോയി നമ്മളൊരു റേഡിയസ് ഉള്ള ഒരു മാസിനെ കൊണ്ട് ഇങ്ങനെ നിർത്തണം. അതിൻ്റെ അകത്ത് എത്ര മാസാണ് നമ്മൾ ഏത് ആംഗിളിലാണ് ഇത് പിടിപ്പിക്കുന്നത്, എവിടെയായിട്ടാണ് ഇത് പിടിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം രണ്ടെണ്ണത്തിനും സെയിം ആണ്. ഫൈൻഡ് ദ ആംഗുലാർ പൊസിഷൻ കണ്ടുപിടിക്കുക. അതുപോലെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാഗ്നിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മാസ്, എത്ര വെയിറ്റ് ആണ് കൊണ്ടുപോയി വെക്കണ്ടേ. ഇപ്പോൾ ഒരു കാറിൻ്റെ വീലായിരിക്കുന്നതെന്ന് വിചാരിച്ചത് പല സ്ഥലത്തായിട്ടല്ലേ ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പം നമ്മളത് റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് ഏതോ ഒരു പൊസിഷനിലായിരിക്കും അവിടെ ഒരു വെയിറ്റ് വേണ്ടത്. ആ വെയിറ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ വീല് കംപ്ലീറ്റ്ലി ബാലൻസ് ആവും. അതാണ് കോൺസെപ്റ്റ്. അപ്പം നമ്മളൊരു മാസ് കൊണ്ടുപോയി വെക്കും. ഒന്നെങ്കിൽ അത് ചിലപ്പം ഇത്ര എന്നാ പറയുന്നത്, ഇപ്പം കാറിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ വളരെ ചുരുക്കം ഒരു ചെറിയ വെയിറ്റ് ഒക്കെയാണ് കൊണ്ടുപോയി വെക്കുന്നത്. ഇങ്ങനെ 5 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് വെക്കുന്നത്, 25 ഗ്രാം 10 ഗ്രാം അങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അപ്പം അതുപോലെ ഓരോ ഷാഫ്റ്റിൻ്റെ കേസിൽ വരാൻ നേരത്ത് അപ്പം ഇവിടെ വരേണ്ട മാസ് എത്ര മാസ് എവിടെയായിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ബാലൻസ് ആകും എന്നുള്ളതാണിത്. ബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബാലൻസ്ഡ് അല്ലെങ്കിൽ അതിങ്ങനെ കറങ്ങാൻ നേരത്ത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം ചിലപ്പോൾ ഒരു ബെൻഡിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതാണ് അതിൻ്റെ ഒരു സംഭവം. ഓക്കെ, ഞാൻ ഒരുപാട് ഇങ്ങനെ തിയറി ഒന്നും ഇങ്ങനെ പറയുന്നില്ല, നമുക്ക് നേരെ കണക്കിലേക്ക് പോകാം. കാരണം ഈ ഒരു 4 കണക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഷുവറായി 4 കണക്കും പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ 5th മുകളിൽ ഷുവറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷനോ വേറെ കൺഫ്യൂഷനോ ഒന്നുമില്ല. ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് ഒരേ പ്ലെയിനിൽ വേറെ ആംഗിളിലായിട്ട് നിൽക്കും. ഓക്കെ, ഇങ്ങനെ ഇവിടെ വല്ല നിൽക്കും. പക്ഷെ ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ പല സ്ഥലത്താണ്. ഒന്നെങ്കിൽ ഇവിടെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം, ഇനി ഒരെണ്ണം ഇപ്പുറത്തെ പ്ലെയിനിൽ ഇങ്ങനെ നിൽക്കാം. അങ്ങനെ പല പ്ലെയിനിൽ പല ആംഗിളിലായിട്ട് നിൽക്കാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും അറ്റാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അറ്റാച്ച് ചെയ്തോളാം, വീഡിയോ അല്ല ക്ലിപ്പിങ്ങോ അല്ല. ഓക്കെ, ശരി. അപ്പം സെയിം പ്ലെയിന് ഡിഫറെൻറ്റ് പ്ലെയിന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ടെണ്ണത്തിൻ്റെ അകത്ത് കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കാര്യം കൂടെ. അതായത് ഇപ്പോൾ സെയിം പ്ലെയിനിലാണെങ്കിൽ അതിൻ്റെ സൈഡ് വ്യൂ എന്ന് വെച്ചാൽ ഇതാണ് കറങ്ങുന്ന ഷാഫ്റ്റ് എങ്കിൽ ഇതിങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇത് നമുക്ക് സൈഡ് വ്യൂ എങ്ങനെ ഇരിക്കും. അതായത് ഇതൊരു ഷാഫ്റ്റ് സൈഡിൽ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ പ്ലെയിൻ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരു മാസ് വെച്ച് ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരെണ്ണം വരും, ഇവിടെ ഒരെണ്ണം വരും. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് മണ്ടയ്ക്ക് നോക്കാൻ നേരത്ത് ഇതൊരു ഷാഫ്റ്റ് അല്ലേ, ഇതൊരു ഷാഫ്റ്റ്. അപ്പം ഇതിൻ്റെ സെയിം പ്ലെയിൻ അല്ലേ, സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരെണ്ണം വരാം, ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരെണ്ണം ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ നിൽക്കാം, കാണാമല്ലോ അല്ലേ. പിന്നെ ഒരെണ്ണം താന്നിങ്ങനെ ഇങ്ങോട്ട് വരാം, അങ്ങോട്ട് വരാം. അപ്പോൾ ഇതെല്ലാം ഒറ്റ പ്ലെയിനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ ഡിഫറെൻറ്റ് പ്ലെയിനിൽ സൈഡ് വ്യൂ എങ്ങനെ വരും? സൈഡ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതേപോലെ തന്നെ ഇവിടെ ഇങ്ങനെ, ഇതിപ്പോൾ ഷാഫ്റ്റ് ആണെങ്കിൽ ഇതിവിടെ നിന്ന് ഇങ്ങനെ നിൽക്കാം, ഇതിങ്ങനെ നിൽക്കാം, ഇതാണ് സൈഡ് വ്യൂ. ടോപ്പ് വ്യൂ എങ്ങനെ വരും? ടോപ്പ് വ്യൂ എന്ന് പറയാൻ നേരത്ത് ഇതിപ്പോൾ ഷാഫ്റ്റാന്ന് വിചാരിക്കുക. ഇത് ഷാഫ്റ്റ് ആണെങ്കിൽ ഇവിടെ ഒരെണ്ണം വരാം, ഇവിടെ ഒരെണ്ണം വരാം, ഇവിടെ ഒരെണ്ണം വരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ സെയിം പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ ഒരേ പ്ലെയിനിൽ തന്നെ വരും. കണ്ടോ, ഒരേ ഭാഗത്ത് തന്നെ പല ആംഗിൾ, ചിലപ്പോൾ ഇവിടെ ഒരെണ്ണം അങ്ങനെ പല ആംഗിൾ. ഡിഫറെൻറ്റ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷാഫ്റ്റിൽ പല പ്ലെയിനിൽ, ഇവിടെ ഒരു പ്ലെയിന്, ഇവിടെ ഒരു പ്ലെയിന്, ഇതൊരു പ്ലെയിൻ. ഇപ്പം മനസ്സിലായോ? ഇതാണ് സെയിം പ്ലെയിന്, ഇതാണ് ഡിഫറെൻറ്റ് പ്ലെയിന്. അത്രേ ഉള്ളൂ. മോഡ്യൂൾ 5-ന്ന് നമുക്ക് ഈ 4 ചോദ്യം പഠിച്ചാൽ മതി. ഈ 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5th മൊഡ്യൂൾ സുഖമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. അതായത് നമ്മൾ റൊട്ടേറ്റിംഗ് മാസ് എന്ന് പറയുമ്പോൾ സെയിം പ്ലെയിനും ഡിഫറെൻറ്റ് പ്ലെയിനും. അപ്പോൾ നമ്മൾ ആദ്യം സെയിം പ്ലെയിനിൽ ഒരു കണക്ക് ചെയ്യുന്നു, പിന്നെ ഡിഫറെൻറ്റ് പ്ലെയിനിൽ ഒരു കണക്ക് ചെയ്യുന്നു. അതാണ് ഇത് സെയിം പ്ലെയിന്, ഇത് ഡിഫറെൻറ്റ് പ്ലെയിന്. അതിനുശേഷം ബാക്കി 3ഉം 4ഉം വന്നിട്ട് അഡ്വാൻസ്ഡ് ചോദ്യങ്ങളാണ്. ചോദിക്കുവാണെങ്കിൽ അതിൻ്റെ എക്സ്ട്രീം ഏത് ചോദിക്കാം എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം. ഓക്കെ അല്ലേ? ശരി, ഓക്കെ. ഇത് വന്നിട്ട് ഫസ്റ്റ് ചോദ്യം, ഈ ക്വസ്റ്റ്യൻ
സെയിം പ്ലെയിനിലെ ചോദ്യമാണ് ഇത്. സെയിം പ്ലെയിൻ, ബാലൻസിങ് മാസസ് ഓൺ സെയിം പ്ലെയിൻ. ഓക്കെ, ബാലൻസിങ് മാസസ് ഓൺ സെയിം പ്ലെയിൻ. ശരി, അപ്പം ആദ്യം എപ്പോഴും നമ്മൾ ക്വസ്റ്റ്യന് ഒന്നിന് ഒരു 3 തവണ വായിക്കണം. കാരണം നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിരിക്കും ചിലപ്പോൾ ടെൻഷനിൽ. അപ്പോൾ ഒന്നിന് ഒരു 3 തവണ വായിക്കുക, ഗിവൺ ഡേറ്റ വായിക്കുക, ഗിവൺ ഡേറ്റ എല്ലാം കറക്റ്റാണോ നോക്കുക. അതിനുശേഷം തറവായിട്ട് ക്വസ്റ്റ്യൻ ഇതാണ് ഇന്നതാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് മൈൻഡിൽ ഒരു ട്രാക്ക് കൊണ്ടുവരിക. അതിനുശേഷം ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, ചെറിയ ഡിസ്ട്രാക്ഷൻ. അപ്പം ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക. 4 masses M1, M2, M3 and M4 are 200 kg, 300 kg, 240 kg and 260 kg റെസ്പെക്റ്റീവ്ലി. റെസ്പെക്റ്റീവ്ലി എന്ന് വെച്ചാൽ ക്രമമായി, ഇതിൻ്റെ ക്രമത്തിൽ ഇത് അങ്ങനെയുള്ള ക്രമമായി. ഓക്കെ, ശരി. അപ്പോൾ M1 എന്ന് പറയുന്നത് 200 kg. ഗിവൺ ഡേറ്റ എപ്പോഴും നമ്മൾ ആൻസർ എഴുതി ഗിവൺ ഡേറ്റ എന്ന് പറഞ്ഞ് കൊടുക്കുക. M1 200 kg, M2 300 kg, M3 240 kg, M4 260 kg. ഓക്കെ, 200, 300, 240, 260. പിന്നെ റേഡിയസ് R1 എത്രയാണ്? 0.2 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. R2 0.15 മീറ്ററിലാണ് തന്നിരിക്കുന്നത്. R3 0.25 മീറ്ററിലാണ്. R4 0.3 മീറ്ററിലാണ്. ഇതെന്നാ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു സെയിം പ്ലെയിനാണ്, ഇങ്ങനെ വരും. ഇതെന്ന് പറയുന്നത് ഒന്നാമത്തെ സംഭവം. മാസ് 200 kg, റേഡിയസ് 0.2 മീറ്റർ, മാസ് എത്ര kg? 200 kg. ഓക്കെ, അതിനുശേഷം ഇവർ പറഞ്ഞത് 45 ഡിഗ്രി വിട്ടിട്ട് ഇത് രണ്ടാമത്തത് എത്ര kg? 300 kg. ഇതൊരു റഫ് സ്കെച്ചാണ്. 0.15 മീറ്റർ. അതിനുശേഷം M3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയാണ്? അതാണ് ഇത് 75 ഡിഗ്രി. ഇത് ഇടയ്ക്കുള്ളത് 75 ഡിഗ്രി. ഇതെത്രയാണ്? 240 kg, 0.25 മീറ്റർ. ഓക്കെ, എന്നിട്ട് നാലാമത്തത് ഇത് ചിലപ്പം 135 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരുമായിരിക്കും. അപ്പം ഇത് 4. മാസ് എത്രയാണ്? 260 kg. റേഡിയസ് എത്രയാണ്? 0.3 മീറ്റർ. ഇത്ര മതി. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് നോക്കിയിട്ട് നമ്മൾ ഗിവൺ ഡേറ്റ എടുത്ത് എഴുതുക. ഗിവൺ ഡേറ്റ എല്ലാം കിട്ടിയതിനെ വെച്ചിട്ട് നമ്മൾ ഇത് മഴിക്കുക. ഓക്കെ, ശരി. അതായത് M1, M2, M3 and M4 അങ്ങനെ 4 സംഭവമുണ്ട്. അതിൻ്റെ കിലോഗ്രാം തന്നിട്ടുണ്ട്, അതിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് തമ്മിലുള്ള ആംഗിൾ തന്നിട്ടുണ്ട്. അതാണ് എന്തോന്ന്? ഈ 45 ഡിഗ്രി, 75 ഡിഗ്രി, 135 ഡിഗ്രി. പിന്നെ ചോദ്യം എന്തിനാണ്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഈസ് 0.2 മീറ്റർ. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തുവാണ്, ഒരു സംഭവം കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പം കറങ്ങാൻ നേരത്ത് അത് ബാലൻസ്ഡ് ആണെങ്കിൽ ഓക്കെ, ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒരു വെയിറ്റ് വെക്കണം. വെയിറ്റ് വെക്കാൻ നേരത്തായിരിക്കും അതവിടെ സിസ്റ്റം ബാലൻസ് ആവുന്നത്. അപ്പം ആ വെയിറ്റ് വെക്കാൻ വേണ്ടി നമുക്ക് എന്തോന്ന് വേണം? എത്ര വെയിറ്റ് വെക്കണം എന്നുള്ളത് അറിയണം. അതാണ് മാഗ്നിറ്റ്യൂഡ്. എന്നിട്ട് അതിൻ്റെ എവിടെ കൊണ്ടുപോയി വെക്കണം, അതാണ് അതിൻ്റെ ആംഗുലർ പൊസിഷൻ. മനസ്സിലായോ? ഓക്കെ, അതാണ് നമുക്ക് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു ഷാഫ്റ്റാണ്. ഇതൊരു ഷാഫ്റ്റാണ്. ഈ ഷാഫ്റ്റിൽ ഇവിടെ ഒരു മാസമുണ്ട്, ഇവിടെ ഒരു മാസമുണ്ട്, 3 മാസമുണ്ട്, 4 മാസമുണ്ട്. ഇതൊരു സെയിം പ്ലെയിന്. അപ്പം ഇതിവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇവിടെ ഒരെണ്ണമുണ്ട്. 45 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണമുണ്ട്. അതിനുശേഷം 75 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരെണ്ണം വരും. പിന്നെ 135 ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പുറം ഒരെണ്ണം വരും. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം ഇരിക്കുന്നത്. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ മാസ് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസ്, റേഡിയസ്, ആംഗിൾ ഇത് ഇത്ര വെച്ച് നമുക്ക് ഇത്ര വരച്ച് വെക്കാമല്ലോ. അത് എത്ര വരച്ച് വെക്കുക. ഇതൊരു റഫ് സ്കെച്ച് ഗിവൺ ഡേറ്റ. ഇനിയിപ്പം ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഈസ് 0.2 മീറ്റർ. അതായത് ഈ സംഭവം കിടന്ന് കറങ്ങുവാണ്. ഇത് കിടന്ന് കറങ്ങാൻ നേരത്തെ ഇത് ബാലൻസ്ഡ് അല്ല.
ഇത് ബാലൻസ്ഡ് അല്ല, ഇത് ബാലൻസ്ഡ് ആവണം. ഇത് ബാലൻസ്ഡ് ആക്കണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് എവിടെയോ കൊണ്ടുപോയിട്ട് ഒരു മാസ് കൊണ്ടേ വെക്കണം. അപ്പോൾ അത് ഏത് മാസമാണ്, അത് എത്ര മാസമാണ് വെക്കേണ്ടത്, അത് എത്ര മാസമാണ് വെക്കേണ്ടത്, അത് എവിടെ കൊണ്ടുപോയി വെക്കണം, ഇവിടെ ആവാം, എവിടെ വേണോ ആവാം. അപ്പം അതാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിയിപ്പം സെയിം പ്ലെയിനിന് അങ്ങനെ ബോക്സ് വരയ്ക്കാറില്ല, പക്ഷെ വേണമെങ്കിൽ വരയ്ക്കാം. അപ്പം അതിനിങ്ങനെ കൊടുക്കുക, മാസ് കൊടുക്കുക, മാസ് എന്നിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, എന്നിട്ട് റേഡിയസ് അതിൻ്റെ യൂണിറ്റ് മീറ്റർ. ഓക്കെ, ഇനി FC/ω², മാസ് റേഡിയസ് FC/ω², അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെ ഇത് ഇത്ര എഴുതുക, ഇതൊരു ബോക്സ് ആക്കുക. ഓക്കെ, എന്നിട്ട് മാസ് ഇവിടെ നമ്പർ എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ ഒന്നാമത്തെ എൻ്റെ അത് 200, റേഡിയസ് എത്രയാണ് അതിൻ്റെ 0.2 മീറ്റർ. ഇതിപ്പം വേറെ കണക്കിൽ വന്നിട്ട് ഇത് മീറ്ററും തരണമെന്നില്ല, ചിലപ്പോൾ സെൻറ്റിമീറ്ററിലായിരിക്കും അത് തരുന്നത്, ചിലപ്പോൾ മില്ലിമീറ്ററിലായിരിക്കാം തരുന്നത്. പക്ഷെ അത് നമ്മൾ ഈ ബോക്സിലേക്ക് ആക്കുമ്പോൾ എന്താക്കിയിരിക്കണം, ഇതേ ഓർഡർ തന്നെ കിടക്കണം. ഇപ്പോൾ മാസ് റേഡിയസ് FC/ω² ആണെങ്കിൽ കിലോഗ്രാം മീറ്റർ കിലോഗ്രാം മീറ്റർ, അത് അങ്ങനെ തന്നെ വരണം. ഓക്കെ, അപ്പോൾ 200 0.2 ആയി, 300 കിലോഗ്രാം, എത്ര റേഡിയസ് 0.15. പിന്നെ അടുത്തത് 240 0.25, 260 0.3. ഓക്കെ, അപ്പം 4 മാസസ് റെസ്പെക്റ്റീവായിട്ടുള്ള റേഡിയസും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് ഇൻറ്റു ഇത് ചെയ്യണം, അതായത് മാസ് ഇൻറ്റു റേഡിയസ്, അതാണ് കിലോഗ്രാം ഇൻറ്റു മീറ്റർ, കിലോഗ്രാം മീറ്റർ, അതാണ്. അപ്പോൾ 200 ഇൻറ്റു 0.2, 200 ഇൻറ്റു 0.2 ചെയ്യുമ്പോഴത്തേക്കും 40 ഇതെന്താണ്, കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, 300 ഇൻറ്റു 0.15 ചെയ്യുമ്പോൾ 45, 240 ഇൻറ്റു 0.25 ചെയ്യുമ്പോൾ 60, 260 ഇൻറ്റു 0.3 78. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ FC/ω² ഫോഴ്സ്. അപ്പം നമുക്ക് ഇത് കിട്ടിയതാണ് എന്തോന്ന്, ഫോഴ്സ്. ഇനിയിപ്പം നമ്മൾ ഇത് ആക്ച്വലി നമ്മളെടുത്ത് വരയ്ക്കണം. ഇത് നമ്മൾ വരയ്ക്കുന്നതിൻ്റെ, അതായത് ആംഗിളുള്ള ഡയഗ്രാം വരയ്ക്കുന്നതിൻ്റെ പേരാണ് സ്പേസ് ഡയഗ്രാം. അപ്പോൾ നമ്മളിവിടെ സ്പേസ് ഡയഗ്രാം എന്ന് കൊടുക്കുന്നു, സ്പേസ് ഡയഗ്രാം. ഇതിനങ്ങനെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും വേണ്ട, സ്പേസ് ഡയഗ്രാമിൻ്റെ അകത്ത് ആംഗിൾ മാത്രമാണ് മസ്റ്റ്. അപ്പം നമ്മൾ ആദ്യം ജസ്റ്റ് ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ഹോറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് ഇതിനെ വന്നിട്ട് നമ്മൾ 1 ആയിട്ട് എടുത്തു, അതായത് ഇത് തന്നെ. ഓക്കെ, ഇനിയിപ്പം എത്ര ഡിഗ്രി എടുക്കേണ്ടത്, 45 ഡിഗ്രി കാണാമോ, 45 ഡിഗ്രി എടുത്ത് ഒരു മാർക്കിംഗ് കൊടുത്തു. ഇവിടെയാണ് എന്താണെന്നുള്ളത് സെക്കൻഡ് സംഭവം വരുന്നത്. അതിനുശേഷം 75 ഡിഗ്രി. ഇനി ഒരു കാര്യം കൂടെ, ഈ ചോദ്യത്തിൽ കണ്ടായിരുന്നോ, ആംഗിൾസ് ബിറ്റ്വീൻ സക്സസീവ് മാസസ് എന്നാണ്. അതായത് ഒരു ആംഗിള് ഇതും തമ്മിലുള്ള ഇത് വന്നിട്ട് 45 ഡിഗ്രി, എന്നിട്ട് അടുത്ത 2 മാസം തമ്മിൽ ഇടയ്ക്കുള്ള ഇതെന്ന് പറയുന്നത് 75 ഡിഗ്രി. അങ്ങനെയാണ്. ചില സമയത്ത് എങ്ങനെ ചോദിക്കുമെന്ന് വെച്ചാൽ, ഒന്നീന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യാൻ നേരത്ത് 45 ഡിഗ്രി 75 ഡിഗ്രി, അപ്പം മൊത്തത്തിലായിരിക്കും 75 വരുന്നത്. ഇവിടെ നിന്നായിരിക്കും മൊത്തത്തിലായിരിക്കും 135 വരുന്നത്. കൺഫ്യൂഷൻ അടിക്കാനൊന്നുമില്ല. ആംഗിൾസ് ബിറ്റ്വീൻ സക്സസീവ് മാസസ്, അതായത് ഓരോ ഇതിൻ്റെ ഇടയ്ക്കുള്ള മാസസ് എന്നാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ വരയ്ക്കുക. ഇത് എത്ര ഡിഗ്രി, 45 ഡിഗ്രി. ഇനി അപ്പോൾ അടുത്ത എത്ര, 75 അല്ലേ, അടുത്തത് 75 ഡിഗ്രി. ഇവിടെ നിന്ന് എടുക്കാൻ നേരത്ത് 70, 75, ഇവിടെ നിന്ന് എടുക്കുമ്പോൾ 75 ഡിഗ്രി. ഓക്കെ, ഇതും തമ്മിലുള്ളതാണ് 75 ഡിഗ്രി. പിന്നെ അടുത്തത് 75 ഡിഗ്രി വെച്ചിട്ട് ഇനി അടുത്ത എത്ര, 135 ഡിഗ്രി.
135 ഡിഗ്രി. ഇവിടെ 135 ഡിഗ്രി വരും. അപ്പോൾ ഇതെന്തോന്നായി? ഇത് 3, ഇത് 4. ഒന്നിൻ്റെ മാസം എത്രയാണ്? അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് 240 kg ആണിത്, അല്ല 200 kg ആണിത്. എത്രയാണ്? 0.2 മീറ്ററാണ് റേഡിയസ്, 0.2 മീറ്റർ. പിന്നെ ഇത് വന്നിട്ട് 300 kg, 0.15 മീറ്ററാണ് റേഡിയസ്. ഇത് വന്നിട്ട് 240 kg, 0.25 മീറ്ററാണ് റേഡിയസ്. ഇത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആംഗിളാണ്. ഇതും തമ്മിലുള്ള ആംഗിളാണ് 135 ഡിഗ്രി. ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇവിടെ നിന്നാണ് ആംഗിളെങ്കിൽ ഇത് ഇവിടെ നിന്ന് ഈ ഒരു ആർക്ക് കൊടുക്കുന്നതാണ് അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള രീതി. ഇത് 0.3 മീറ്ററാണ്, 260 kg. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ 4 മാസസും വരുന്നത്. അപ്പം ഇതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? സ്പേസ് ഡയഗ്രാം. ഇതിന് സ്കെയിലിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ആംഗിൾ മാത്രം കറക്റ്റായിട്ട് സ്കെയിലിങ്ങിൽ ഇരുന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ പാരലൽ കൊണ്ടുപോയി വെച്ചാണ് നമ്മൾ എന്തോന്ന് വരയ്ക്കുന്നത്? ഫോഴ്സ് പോളിഗൺ വരയ്ക്കുന്നത്. അപ്പം സ്പേസ് ഡയഗ്രാം വരച്ചു. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബാലൻസിങ് മാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമുക്കിവിടെ ഉള്ളത് എന്തോന്നാണ്? മാസ് റേഡിയസ് വെച്ച് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ വരയ്ക്കേണ്ട സാധനം ഫോഴ്സ് പോളിഗണാണ്. ഫോഴ്സ് പോളിഗൺ ഇത് നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡയറക്ഷൻ ഇങ്ങനെ മണ്ടയ്ക്കോട്ടായിരിക്കും, ഇങ്ങനെയും കൂടെ കൊടുത്തേക്കാം. ഓക്കെ, ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ പോവാം. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ നേരത്തെ നമ്മൾ സ്കെയിൽ ചെയ്യണം. സ്കെയിൽ 1 സെൻറ്റിമീറ്റർ = എത്ര കൊടുക്കാം? ഇതിപ്പം നമുക്ക് ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം നമ്മൾ ഈ മോമിൻ്റെ അകത്ത് കുറേ സ്കെയിലിങ് വരുന്നുണ്ട്. പെട്ടിയിലുള്ളതെല്ലാം ഇങ്ങനെ നമ്മൾ അളവെടുത്താൽ വരയ്ക്കുന്നത്. അപ്പോൾ അവർ തന്നിരിക്കുന്ന അളവിൽ നമുക്ക് ഒരിക്കലും വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ സ്കെയിൽ ചെയ്യാൻ ശരിക്കും പഠിച്ചില്ലെങ്കിൽ, അതിനൊരു ബേസ് ഇല്ലെങ്കിൽ, നമുക്ക് എല്ലാ കണക്കും ചെയ്യാൻ നേരത്ത് ഭ്രാന്ത് പിടിക്കും. ഇപ്പോൾ ഇവിടെ 40 ഉണ്ട്. അപ്പം എനിക്ക് മാക്സിമം ഒരു സ്കെയിലിനകത്ത് എടുക്കാൻ പറ്റുന്നത് 15 സെൻറ്റിമീറ്റർ. അപ്പം ഇതിപ്പോൾ ഞാൻ 40 എനിക്ക് 40 എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഒരു പോയിന്റ് ഇപ്പുറം ഒന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും, 4.5 എടുക്കാൻ പറ്റും, 6 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റും, 7.8 സെൻറ്റിമീറ്ററും സുഖമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ കിടക്കുന്ന വാല്യൂവിനെ ഡിവൈഡ് ബൈ നമ്മളിവിടെ എഴുതാൻ പോകുന്ന വാല്യൂ. ശ്രദ്ധിച്ചോണേ, ഇവിടെ കിടക്കുന്ന ഇപ്പം നമുക്ക് ഏതാണോ വാല്യൂ എടുത്ത് വരയ്ക്കേണ്ട ആ വാല്യൂവിനെ നമ്മൾ സ്കെയിൽ എടുത്തിരിക്കുന്നത് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഉത്തരം കിട്ടും. അത് വെച്ചാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇപ്പം 40നെ ഞാനിപ്പോൾ ഇവിടെ 10 കിലോഗ്രാം മീറ്റർ എന്നാണ് എടുക്കുന്നത്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ സ്കെയിൽ 10 കിലോഗ്രാം മീറ്റർ. അപ്പം ഞാൻ 40നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം 4 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോഴത്തേക്ക് ഞാൻ 4 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കും. 45നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 4.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം 4.5 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചു. 60ന് ചെയ്യാൻ നേരത്ത് 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 78ന് ചെയ്യാൻ നേരത്ത് 7.8 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഏതാണോ വാല്യൂസ് എടുത്ത് സ്കെയിൽ ചെയ്ത് വരയ്ക്കേണ്ടത് അത് നമ്മൾ ഒന്ന് എന്തെങ്കിലും കൊണ്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം നമുക്ക് ഈ സ്കെയിലിനകത്ത് എടുക്കാൻ പറ്റും എന്നുള്ളത് നോക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ തന്നെ ഇവിടെ എഴുതിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോന്നും ചെയ്യുക. അത് തെറ്റാതിരിക്കാനാണ് ഞാൻ ഇത്രയും ബേസിക്കായിട്ട് പറഞ്ഞത്. ഓക്കെ, ഏതാണോ നമുക്കെടുത്ത് വരയ്ക്കേണ്ടത് അതിനെ സ്കെയിലിൽ കൊടുത്തിരിക്കുന്ന നമ്പർ കൊണ്ട് വേണം നമ്മൾ ഡിവൈഡ് ചെയ്യാൻ. അതാണ് ആ ഒരു ബേസിക്. ഓക്കെ, റോളർ സ്കെയിൽ, മോമിന് റോളർ സ്കെയിൽ മസ്റ്റാണ്. 50 രൂപയേ ഉള്ളൂ. 16 സെൻറ്റിമീറ്ററിന് റോളർ സ്കെയിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ വലുതും ഉണ്ട്, 30 സെൻറ്റിമീറ്ററിന് മണ്ടയ്ക്കുള്ളതും ഉണ്ട്. പക്ഷെ അത് നമ്മളെടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ എഡ്ജ് കയറിപ്പോവും, അങ്ങനെയൊക്കെ വരാൻ നേരത്ത് സീനാണ്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഈ റോളർ സ്കെയിൽ എന്ന് പറയുന്ന നേരത്ത് ഇപ്പം കറക്റ്റ് ഈ ചുമല കളർ സംഭവം ഉണ്ട്, അത് കറക്റ്റായിട്ട് അവിടെ സർഫസിൽ നിന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് റോൾ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സൈഡ് കയറി പോകുക, അങ്ങനെയും പറ്റും. അതുപോലെ തന്നെ ഒരെണ്ണം പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാലും അതിൻ്റെ ഒരു ലെവൽ തെറ്റും. അതുകൊണ്ട് കറക്റ്റ് ഇതിങ്ങനെ വരുന്ന പോലെ തന്നെ നമ്മൾ എടുക്കണം. പിന്നെ ചെയ്യാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എനിവേ ഇതിനിങ്ങനെ എടുത്തു. കറക്റ്റ് ഇങ്ങനെ 2 പെൻസിലും കൊണ്ട് 2 അറ്റത്തും കൂടെ കറക്റ്റ് ലെവൽ പിടിച്ചോളൂ, എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ കോണിപ്പോവും. എന്നിട്ട് ഇതിങ്ങനെ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതിന് ഒരു സൈഡ് ഇങ്ങനെ പൊക്കണം. ഇങ്ങനെ പൊക്കിയിട്ട് വേണം പതുക്കെ ഇങ്ങനെ കൊണ്ടുവരാനായിട്ട്.
അപ്പം ഇതിനെ നമ്മൾ പാരലൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. വെച്ചതിന് ശേഷം ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇതിനെ ഇത് നടുക്കത്തേൻ്റെ ഇത് O ആണ്. സ്പേസ് ഡയഗ്രത്തിനും കൂടെ കൊടുത്തേക്കണേ, ഞാൻ വിട്ടുപോയി. ഓക്കെ, ഇത് O, ഇത് ഇങ്ങോട്ടുള്ളത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് എടുത്തു, അതിനെ നമ്മൾ O എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡയറക്ഷനാണ്, റൈറ്റിലേക്കല്ല കിടക്കുന്നത്. എല്ലാം ഔട്ട്വേർഡ്സ് ടു ദ പോയിന്റ് അല്ലേ, പോയിന്റിൽ നിന്ന് എല്ലാം പുറത്തേക്കാണ് പോകുന്നത്, ഇൻവേർഡ്സ് അല്ല. അപ്പം എല്ലാം നമ്മളപ്പോൾ ഇവിടെ നിന്നപ്പോൾ റൈറ്റിലേക്ക് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, 40 നമ്മൾ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 സെൻറ്റിമീറ്ററിന് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് 1, 2, 3, 4 വരച്ചു. എന്നിട്ട് ഈ കിട്ടിയതാണ് എന്തോന്ന്, ഒന്നാമത്തേൻ്റേത്. ഇതിനെ നമ്മൾ FC1 എന്നാണ് പറയുന്നത്. അപ്പം ഇതിനിങ്ങനെ ഒരു ആരോ കൊടുത്തേക്കുക, റൈറ്റിലേക്കല്ലേ, ഇവിടെ നിന്ന് നമ്മൾ റൈറ്റിലേക്കല്ലേ വരച്ചേ, ഇത് FC1. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്സ്റ്റ് എന്തോന്നാണ്, രണ്ടാമത്തേതാണ്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കണം, ഇതേപോലെ കണ്ട് ഇങ്ങനെ പോയിന്റ് വെക്കുക. ഇങ്ങനെ പോയിന്റ് വെച്ച് തന്നെ റോളർ സ്കെയിലിൽ എടുക്കുക. എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കറക്റ്റ് കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പോയിന്റ് വെച്ച് നോക്കുക, കറക്റ്റ് പോയിന്റ്. ശരി. ഇനിയിപ്പോൾ ഇത് എത്രയാണ്, 45 ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 4.5 എടുക്കുക. 1, 2, 3, 4, 4.5. ഓക്കെ. അപ്പോൾ ഇവിടെ എന്തോന്ന് എഴുതണം, ഇങ്ങോട്ട് ആരോ കൊടുക്കണം, മണ്ടയ്ക്കോട്ടല്ലേ, ആരോ കൊടുത്തു. ഇതെന്തോന്നാണ്, FC2. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു, ഇതും ചെയ്തു. ഇനിയിപ്പോൾ അടുത്തത് മൂന്നാമത്തേതെന്ന് പറയുമ്പോൾ ഇത് 60 ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 6 സെൻറ്റിമീറ്റർ എടുത്ത് നമ്മൾ ഇത് വരയ്ക്കണം. ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനിങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. കറക്റ്റായിട്ട് ഇങ്ങനെ പോയിന്റ് കുത്തി, ഇവിടെയും പോയിന്റ് കുത്തി, റോളർ സ്കെയിൽ കറക്റ്റ് ചെയ്തു. നേരെ താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്നിട്ട് ഈ പോയിന്റ് കുത്തി നോക്കുക. റോളർ സ്കെയിൽ കറക്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് കൊടുത്തിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കുക. സ്കെയിലും കണ്ട് 6 സെൻറ്റിമീറ്റർ. ഇവിടെ വരും. ഇതിനെ എങ്ങനെ വരയ്ക്കും, ഇങ്ങോട്ട് ആരോ കൊടുക്കണ്ടേ, മണ്ടയ്ക്കോട്ടല്ല ആരോ കിടക്കുന്നത്, ഇങ്ങനെ ആരോ കൊടുത്തു. ഇതെന്തോന്നാണ്, FC3. ഓക്കെ, ഇത്രയും മനസ്സിലായില്ലേ, ഡൗട്ടൊന്നുമില്ലല്ലോ. ശരി. എന്നിട്ട് ഇനി അടുത്ത് തന്നെ വരയ്ക്കേണ്ടത്, ഇതും വരച്ചു. ഇനിയിപ്പോൾ അടുത്ത് ഇത് 78 നമ്മൾ സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എത്ര കിട്ടി, 7.8 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 7.8 സെൻറ്റിമീറ്ററാണ് എടുക്കേണ്ടത്. നാലാമത്തേത് എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെച്ചു. നാലാമത്തേനെ വന്ന് ഇവിടെ വെച്ചിട്ട് കുത്തി അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പം ഇങ്ങനെ കൊണ്ടുവന്ന് ഇതിനും കറക്റ്റായിട്ട് വെച്ചു. മണ്ടയ്ക്കോട്ട് വരയ്ക്കണോ താഴോട്ട് വരയ്ക്കണോ, താഴോട്ടാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, ഈ ഡയറക്ഷനിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പം ഇതിങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് സ്കെയിലും വെച്ചിട്ട് 7.8 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുക്കണം. ഇതല്ലേ ലൈന്. അപ്പോൾ 7.8 എന്ന് പറയുമ്പോൾ ഇവിടെ വന്ന് നിൽക്കും. 7.8 കറക്റ്റായിട്ട് എടുക്കണേ, അത് തെറ്റരുത്. ഒരു ചെറിയൊരിത് തെറ്റിയാലും വാല്യൂവിൻ്റെ അകത്ത് വ്യത്യാസം വരും. ഇപ്പോൾ 7.8 കൊണ്ടുവന്ന് നിർത്തി. ഇതെന്തോന്നാണ്, FC4 കാണോ. ഓക്കെ, FC4. നമ്മൾ എവിടെയാണ് തുടങ്ങിയത്, ഇവിടെയാണ് തുടങ്ങിയത്, ഇവിടെ വന്ന് അവസാനിച്ചു. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് തുടങ്ങിയതും അവസാനിച്ചതിനെയും കൂടെ കൂട്ടി ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. തുടങ്ങിയതിനെയും തീർന്നതിനെയും കൂട്ടി ഒരു ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇത് അപ്പം ഇതാണ് എന്തോന്ന്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിൻ്റെ ഫോഴ്സ്. ഓക്കെ, അപ്പം കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് ഇത് നമ്മൾ അളക്കുക. അതിനിപ്പോൾ നമ്മൾ എന്തോന്ന് എഴുതാം, ഒരു മിനിറ്റ്. ഇതിനിപ്പം ഇതിനെഴുതി നമ്മൾ FC4 എന്ന് എഴുതിയില്ലേ, അതുപോലെ ഇപ്പം കിട്ടിയതിനെ എങ്ങോട്ടായിരിക്കും ആരോ, ഇതെല്ലാം ഇങ്ങോട്ടേക്കല്ലേ വരുന്നത്. അപ്പോഴത്തേക്ക് ഇതിന് നമ്മളിങ്ങനെ തന്നെ ആരോ കൊടുക്കുക. ആരോ കൊടുത്തിട്ട് ഇത് ആണ് എന്തോന്ന്, FC(x) എന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ എക്സിൻ്റെ അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് FC(x) എന്ന് വിചാരിച്ചോ. ശരി. എന്നിട്ട് നമ്മളിതിനെ അളക്കുക, സ്കെയിലും കൊണ്ട് അളക്കുക. ശ്രദ്ധിച്ചോണേ, സ്കെയിലും കൊണ്ട് അളന്നപ്പോൾ എനിക്ക് 2.2 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം എഴുതുക, ഇത് FC(x) ഇങ്ങോട്ട് മാറ്റി എഴുതുവാണേ. FC(x) = 2.2 സെൻറ്റിമീറ്റർ. അതായത് ഞാൻ സ്കെയിൽ കൊണ്ട് ഉപയോഗിച്ചല്ലേ അളന്നത്. അപ്പോൾ 2.2 എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിനെ ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എന്തുകൊണ്ട്
ഇതുകൊണ്ട് സ്കെയിലിലെടുത്ത് ഇതുകൊണ്ട് ഗുണിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്തോന്ന് കിട്ടും? 2.2 × 10 = 22 മീറ്റർ എന്ന് പറഞ്ഞ് അല്ല കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇതല്ലേ ഇതിന്റെ യൂണിറ്റ് ഏതായിരുന്നു? കിലോഗ്രാം മീറ്റർ ആയിരുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ആ ഒരു ഇത് വെച്ചിട്ട് ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് നമ്മൾ ഇത് ഇത്രയും വരച്ചു. അപ്പോൾ ബാലൻസ് കിട്ടുന്നതിന് നമ്മൾ അളന്നപ്പോഴത്തേക്കും 2.2 സെന്റിമീറ്റർ എന്ന് വന്നു. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ച് നമ്മൾ ആ ഡിവൈഡ് ചെയ്ത നമ്പർ കൊണ്ട് ഗുണിക്കണം, ഇൻറ്റു ചെയ്യണം. അപ്പോഴത്തേക്കും നമുക്ക് എന്തോന്ന് കിട്ടും? 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫോഴ്സ് കിട്ടും. ഓക്കെ, അതെത്ര മനസ്സിലായേ? ഇത് ഈ 2.2 എന്ന് എഴുതി വെക്കല് തെറ്റാണ്. തിരിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഉത്തരം കിട്ടുന്നതിന് നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യണം. ഇൻറ്റു ചെയ്താണ് കൺവേർട്ട് ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്ത് നമ്മൾ കുറച്ച് എഴുതിയെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മാറ്റുമ്പോഴും ഇൻറ്റു ചെയ്ത് മാറ്റണം. ഓക്കെ, അങ്ങനെ മാറ്റിയതിന് ശേഷം 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. എന്തോന്നാണ്? ആ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ, ഫോഴ്സിൻ്റെ എക്സ് എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, ഇനി നമ്മളിവിടെ മാസ് ഇൻറ്റു റേഡിയസ് ചെയ്തപ്പോഴല്ലേ നമുക്ക് ഫോഴ്സ് കിട്ടിയത് അല്ലേ? ഇവിടെ 200 × 0.2 ചെയ്തപ്പോഴാണ് 40 എന്നുള്ള വാല്യൂ കിട്ടിയത്. ഇത് ഇൻറ്റു ഇത് ചെയ്തപ്പോഴാണ് ഇതെന്നുള്ള വാല്യൂ കിട്ടിയത്. അതുപോലെ തന്നെ ഇവിടെയും മാസ് ഇൻറ്റു റേഡിയസ് എന്ന് പറയുമ്പോഴല്ലേ ഈ FC എന്ന് പറഞ്ഞ് വരുന്നത്. എക്സിൻ്റെ മാസ്, എക്സിൻ്റെ റേഡിയസ്. എക്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ഇതിൻ്റെ അകത്ത് എവിടെയോ ഒരു എക്സ് ഉണ്ട്. ഈ എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ മാസും ഇൻറ്റു അതിൻ്റെ റേഡിയസും കൂടെ ചെയ്യുമ്പോഴാണ് FCX കിട്ടിയത്. അപ്പം എക്സ് ഇൻറ്റു ആറിൻ്റെ എക്സ് എന്ന് പറയുമ്പോൾ FCX എന്ന് പറയുന്നത് 22 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഒന്നും കൂടെ ചോദിച്ച് നോക്കിക്കേ. ഈ ഗിവൺ ഡേറ്റ എഴുതിയപ്പോൾ ഒരു കാര്യം കൂടെ എഴുതാനുണ്ടായിരുന്നു. എന്താണ്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ബാലൻസ് മാസ് റിക്വയർഡ് ഇഫ് ഇറ്റ്സ് റേഡിയസ് ഓഫ് റൊട്ടേഷൻ ഈസ് 0.2 മീറ്റർ. അത് ആദ്യമേ പറഞ്ഞ് ഇതാക്കേണ്ടെന്ന് ഓർത്താണ് പറയാൻ തരുന്നത്. റേഡിയസ് അതായത് നമുക്ക് ക്വസ്റ്റിനിൽ തരും. അത് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മളൊരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് എവിടെയോ കൊണ്ടുപോയി ഇത് കൊണ്ടുപോയി വെക്കണം. അപ്പോൾ വെക്കാൻ നേരത്ത് നമുക്ക് എന്തൊക്കെ വേണം? മാസ് വേണം, അതിൻ്റെ ആ പൊസിഷനും വേണം, പിന്നെ അതിൻ്റെ റേഡിയസ് വേണം. റേഡിയസ് മിക്കപ്പോഴും എന്തിൽ തരും? ചോദ്യത്തിൽ തന്നിരിക്കും. അപ്പം ചോദ്യത്തിൽ എന്തോന്നുണ്ട്? റേഡിയസ് ഓഫ് റൊട്ടേഷൻ, അത് നിങ്ങൾ വെക്കാൻ പോകുന്ന ബാലൻസിങ് മാസിൻ്റെ റേഡിയസ് 0.2 മീറ്റർ ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് 0.2 മീറ്റർ, ഏത് ബാലൻസിങ് മാസിൻ്റെ. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അത് ഗിവൺ ഡേറ്റയ്ക്കകത്ത് അതും കൂടെ ഉൾപ്പെടുത്തിക്കുവാണ് ആദ്യമേ, ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും നമുക്കപ്പോൾ എന്തോന്നറിയാം? MX ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ അകത്ത് റേഡിയസ് വന്നിട്ടുണ്ടല്ലോ, എന്തോന്നാണ്? 0.2 മീറ്റർ. അപ്പോൾ 0.2 മീറ്ററിലാണ് കിടക്കുന്നത് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല, ഒന്നും കൺവേർട്ട് ചെയ്യേണ്ടതില്ല. = 22 കിലോഗ്രാം മീറ്റർ. അപ്പം ഇതിനെ റേഡിയസിന് അപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് മാസ് കിട്ടത്തില്ലേ? അപ്പം MX = 22 / 0.2. അപ്പം 22 / 0.2 ചെയ്യുമ്പോൾ 110. അപ്പം മാസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? കിലോഗ്രാം. 110 കിലോഗ്രാം. എല്ലാത്തിനും യൂണിറ്റ് എഴുതി തന്നെ ചെയ്യുക. അപ്പോൾ MX എന്ന് പറഞ്ഞാൽ 110 കിലോഗ്രാം. അപ്പം നമുക്ക് എന്തൊക്കെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ബാലൻസിങ് മാസ് എന്ന് പറയുന്നത് 110 kg ആണ്. ഓക്കെ, 110 kg ആണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്? പൊസിഷൻ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഇവിടെ ഒരെണ്ണം കണ്ടുപിടിച്ചില്ലേ? ഇതാണ് പൊസിഷൻ. ഇതിനിങ്ങനെ എടുക്കുക, പെൻസിൽ വെച്ച് കറക്റ്റ് ചെയ്യുക, എന്നിട്ട് വെച്ചതിന് ശേഷം കറക്റ്റ് ഇവിടെ കൊണ്ടുപോയി വെച്ച് എനിക്ക് അങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം, അങ്ങോട്ടും വരയ്ക്കാം. എങ്ങോട്ട് വരയ്ക്കും ഞാൻ? ഇങ്ങോട്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ആരോ വന്നിട്ട്, ഒരു മിനിറ്റ്, ഇതിൻ്റെ അകത്ത് കണ്ടോ, ആരോ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. ഇതിങ്ങോട്ട് ഇങ്ങനെ കറങ്ങി ആരോ ഇങ്ങോട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചത്. ഇനിയിപ്പം ഇതിനെ ഞാനിങ്ങനെ ഒന്ന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് നീട്ടുന്നു. ഓക്കെ, ഇതിനിങ്ങനെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്ത് നീട്ടുന്നു. എന്നിട്ട് നമ്മൾ ഇതിനിവിടെ ഇങ്ങനെ വെച്ചിട്ട് മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്നില്ല. കാരണം ഇങ്ങനെ മുകളിൽ വെക്കുവാണെങ്കിൽ 150 ഡിഗ്രി ഇങ്ങനെ പോകും. അപ്പോൾ താഴെയാണ് ഞാൻ വെക്കുന്നത്. ഇത് എത്ര കിട്ടും?
ഇത് വെക്കാൻ നേരത്തെ ഏതാണ്ട് ഒരു 159 സംതിങ് ആണ് വരുന്നത്. ഓക്കെ, 159 സംതിങ് ആണ് വരുന്നത്. എവിടെ നിന്ന്? ഇവിടെ നിന്ന് എടുക്കുമ്പം 159 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ എന്തോന്ന് പറയണം? നമ്മൾ പറയണം ആംഗുലാർ പൊസിഷൻ ഓഫ് ദി ബാലൻസിങ് മാസ് measured from 1 to ഇതിനെന്തോന്ന് എടുക്കാം? ഇതിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാമല്ലോ. നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ എക്സ് ഉണ്ട്. ഇതിൻ്റെ കിലോഗ്രാം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 110 കിലോഗ്രാം. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 0.2 ആണ് ഇതിൻ്റെ റേഡിയസ്. 0.2 മീറ്ററാണ് ഇതിൻ്റെ റേഡിയസ്. 110 കിലോഗ്രാം ഇത്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾ ഫ്രം 1 to എക്സ് എന്ന് പറയുന്നത് ഏത് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു ഇതിപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി. അപ്പോൾ 360 ഡിഗ്രിന്ന് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലോക്ക് വൈസ് അളന്നതിനെ കുറച്ച് കഴിയുമ്പം ഇവിടെ നിന്ന് ഇത്ര ഉള്ളത് കിട്ടത്തില്ലേ? 360 അപ്പം ഇത് എത്രയാണ്? 159 ഞാൻ കുറച്ചു. അപ്പോൾ എത്ര വരും? 360 ഡിഗ്രി മൈനസ് 159 ഡിഗ്രി. അപ്പോൾ 360 മൈനസ് 159 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 201 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടി. ഇതാണ് എന്തോന്ന്? തീറ്റ എക്സ്. ഓക്കെ, അപ്പം ഇവിടെ എഴുതുമ്പോഴും ഇങ്ങനെ എഴുതുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ബാലൻസിങ് മാസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് എം എക്സ് ഇസ് ഈക്വൽ ടു 110 കിലോഗ്രാം. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ആംഗുലർ പൊസിഷൻ ഓഫ് ദ ബാലൻസിങ് മാസ് മെഷർഡ് ഫ്രം 1 to എക്സ് ഇൻ എ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 159 ഡിഗ്രി എന്ന് പറഞ്ഞ് കാണിച്ച് 201 ഡിഗ്രി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പം നമ്മൾ സെയിം പ്ലെയിനിലെ ഒരു ചോദ്യം പഠിച്ചു. ഇനിയിപ്പം ഡിഫറെൻറ്റ് പ്ലെയിനിലെ ഒരു ചോദ്യമാണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ചോദ്യം സെക്കൻഡ്, ബാലൻസിങ് മാസ് ഓൺ ഡിഫറെൻറ്റ് പ്ലെയിൻ. ഈ ചോദ്യം നോക്കാം. ഓക്കെ, എപ്പോഴും നമ്മൾ ചോദ്യം ഒന്നിന് ഒരു 3 തവണ വായിക്കുക. വായിച്ചിട്ട് നമ്മളൊന്നും വിട്ടു പോയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ ഷാഫ്റ്റ് ക്യാരീസ് 4 മാസസ് എ ബി സി ആൻഡ് ഡി ഓഫ് മാഗ്നിറ്റ്യൂഡ് 200 kg, 300 kg, 400 kg and 200 kg respectively and revolving at a radii 80 mm, mm-ലാണ് 80 mm, 70 mm, 60 mm and 80 mm in planes measured from A at 300 mm, 400 mm and 700 mm. അതായത് 4 പ്ലെയിൻ ഉണ്ട്. 4 പ്ലെയിനിൽ 4 മാസ് തന്നിട്ടുണ്ട്, 4 റേഡിയസ് തന്നിട്ടുണ്ട്. പിന്നെ എയിന്ന് ബിയിലേക്ക് ഉള്ള ദൂരം വന്നിട്ട് 300 mm ആണ്. അതുപോലെ തന്നെ എയിന്ന് സിയിലേക്കുള്ള ദൂരം 400 mm, എയിന്ന് ഡിയിലേക്കുള്ള ദൂരം 700 mm. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾസ് ബിറ്റ്വീൻ ദ ക്രാങ്ക്സ് മെഷർഡ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞിരിക്കുക. അതായത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ മെഷർ ചെയ്യുമ്പം എയിന്ന് ബിയിലേക്കുള്ള ദൂരം 45 ഡിഗ്രി, ബിന്ന് സിയിലേക്കുള്ള ദൂരം 70 ഡിഗ്രി, സിന്ന് ഡിയിലേക്കുള്ള ദൂരം 120 ഡിഗ്രി. അതായത് നമ്മൾ ഈ കണക്കിൽ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കുള്ള മാസാണ് തന്നിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുത്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ദ ബാലൻസിങ് മാസസ് ആർ ടു ബി പ്ലേസ്ഡ് ഇൻ പ്ലെയിൻസ് എക്സ് ആൻഡ് വൈ. അപ്പം നമ്മൾ ബാലൻസിങ് മാസ് കയറ്റണ്ടേ, അത് നമ്മൾ എക്സും വൈയുമായിട്ടാണ് എടുക്കേണ്ടത്. 2 എണ്ണമാണ് കയറ്റേണ്ടത്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് എ ആൻഡ് എക്സ്, എയും എക്സും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 100 mm ആണ്. എക്സും വൈയും ഉള്ള ദൂരം എന്ന് പറയുന്നത് 400 mm ആണ്. വൈയും ഡിയും എന്നുള്ള ദൂരം 200 mm ആണ്.
ഇഫ് ദ ബാലൻസിങ് മാസസ് റിവോൾവ് അറ്റ് റേഡിയസ്, അതായത് നമ്മൾ രണ്ട് ബാലൻസിങ് മാസ് കൊണ്ട് വെക്കണമെന്ന് പറഞ്ഞു, അത് എക്സും ആണ് വൈയും ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇതിന്റെ റേഡിയസ് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആ രണ്ട് മാസ് കൊണ്ട് വെക്കുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് അതിന്റെ മാസും പിന്നെ അത് എവിടെയാണ് കൊണ്ടു വെക്കേണ്ടത് അതിന്റെ പൊസിഷൻ, ആംഗുലർ പൊസിഷൻ, അതായത് തീറ്റയുമാണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഇത് വന്നിട്ട് ഒരു സെയിം പ്ലെയിനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇത് ഡിഫറെന്റ് പ്ലെയിനിലുള്ള ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഡിഫറെന്റ് പ്ലെയിനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. സെയിം പ്ലെയിനിൽ ചോദിക്കുകയാണെങ്കിൽ മുന്നത്തെ കണക്ക് പോലെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചിട്ട് നമ്മുടെ മൈൻഡിൽ അപ്പോൾ ഒരു ഐഡിയ കാണുമല്ലോ, അതും വെച്ച് നമ്മൾ റഫായിട്ടൊന്ന് നമുക്ക് മനസ്സിലാവുന്ന പോലെ നമ്മളൊന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പം ആദ്യം കാണാമോ? ഓക്കെ, ഷാഫ്റ്റ് ക്യാരീസ് ഷാഫ്റ്റ് ക്യാരീസ് എ ബി സി ആൻഡ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് പ്ലെയിൻ അല്ലേ, ഡിഫറെൻറ്റ് പ്ലെയിനിലെ ടോപ്പ് വ്യൂ ഞാൻ പറഞ്ഞിട്ടില്ല എങ്ങനെ ഇരിക്കും, ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. ഒരു ഇത് വരുവാണെങ്കിൽ ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ആ ഒരു കണക്കൂട്ടൽ വരച്ചാൽ മതി. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എ ബി സി ഡി. ഓക്കെ, ശരി. എത്രയാണ് മാസ് പറഞ്ഞിരിക്കുന്നത് അവർ? എത്രയാണ് മാസ് പറഞ്ഞിരിക്കുന്നത്? 200 kg ആണിത്. ഇത് 300 kg ആണ്. സി എത്ര? 400 kg. ഡി എത്ര? 200 kg. ഓക്കെ, ഇത് എഴുതുക. പിന്നെ അതിൻ്റെ റിവോൾവിംഗ് റേഡിയസ് എഴുതുക. എത്രയാണ്? 80 mm ആണ്. എം തന്നെ എഴുതണം. 70 mm ആണ്. 60 mm ആണ്. 80 mm. ഓക്കെ, പിന്നെ എയിന്ന് മെഷർ ചെയ്യുമ്പോൾ മെഷർഡ് ഫ്രം എ 300 mm. എയിന്ന് ബിയിലേക്കുള്ള ദൂരം 300 mm. എയിന്ന് സിയിലേക്കുള്ള ദൂരം മൊത്തം ഇവിടെ നിന്ന് ഇതാണ് 300 mm. ഇവിടെ നിന്ന് ഇവിടം വരെ എത്രയാണ്? 400 mm. ഓക്കെ, എന്നിട്ട് അടുത്തത് എയിന്ന് ഡിയിലേക്കുള്ള ദൂരം 700 mm. ഓക്കെ, MM-ലാണ്. പിന്നെ ആംഗിൾസ് ബിറ്റ്വീൻ ദ ക്രാങ്ക്സ് മെഷർഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പം നമ്മൾ അതിന് എന്തായിട്ട് എടുക്കണം? ടേക്കിംഗ് എ എസ് ഹോറിസോണ്ടൽ, എയിനെ ഹോറിസോണ്ടൽ ആയിട്ട് എടുത്തു. അപ്പം എ ടു ബി എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്? 45 ഡിഗ്രി. പിന്നെ ബിന്ന് സി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 70 ഡിഗ്രി. ബിന്ന് സി 70 ഡിഗ്രി. സിന്ന് ഡി എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 120 ഡിഗ്രി. അപ്പോൾ അങ്ങനെ എ ബി സി ഡി എന്നുള്ള പ്ലെയിന് നമ്മൾ വരച്ചു. ആരെയും കൂടെ ചെറുതായിട്ട് ഇത് ജസ്റ്റ് ഒരു റഫ് സ്കെച്ചാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും ആയിട്ടുള്ള രണ്ട് ബാലൻസിങ് മാസാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെക്കേണ്ടത്. അത് എവിടെ വെക്കും, എത്ര വെക്കും, അതാണ് ചോദ്യം. എവിടെ വെക്കും, എത്ര വെക്കും. എവിടെ എന്ന് പറയുന്നത് തീറ്റ, എത്ര വെക്കും എന്ന് പറയുന്നത് മാസ്. അതിൻ്റെ റേഡിയസ് അവർ തന്നിട്ടുണ്ട്. റേഡിയസ് എത്ര അവർ തന്നിരിക്കുന്നത്? റേഡിയസ് 100 mm ആണ് തന്നിരിക്കുന്നത്. 100 mm. ഓക്കെ, കാണാലോ? ശരി, 100 mm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് കാണാമല്ലോ അല്ലേ? ശരി, 100 mm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കാര്യം കൂടെ, എയും എക്സും വൈയും കയറ്റണമെന്ന് പറഞ്ഞു. അപ്പം എക്സും വൈ എവിടെയായിട്ടാണ് വരുന്നത്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻ എ ആൻഡ് എക്സ് ഈസ് 100 mm. എയിന്ന് 100 mm-ലാണ് എക്സ് ഇരിക്കുന്നത്. എയിന്ന് ബി വരെ 300 ഉണ്ട്. അപ്പം എയിന്ന് 100 എന്ന് പറയാൻ നേരത്തെ ഏതാണ്ട് ഇവിടെ എങ്ങോട്ടായിട്ടല്ലേ വരത്തുള്ളൂ. അപ്പം ജസ്റ്റ് അവിടെ ഇങ്ങനെ നമ്മളിത് ഇങ്ങനെ എക്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇവിടെ ആയിട്ടായിരിക്കും വരുന്നത്. എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇത് എത്രയാണെന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പം ബാലൻസ് എത്രയുണ്ട്? 300-ൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 200 ഉണ്ട്. അപ്പോൾ എയിന്ന് എക്സ് വരെയുള്ള ദൂരം 100, എക്സിന്ന് ബി വരെ ഉള്ളത് 200 mm. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടി. ഇനിയിപ്പം എയിന്ന് സി വരെ 400 ആണ് ഉള്ളെങ്കിൽ ഇവിടെ തന്നെ 300 പോയി. അപ്പം ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് ഇതെന്ന് പറയുന്നത് 100 mm. ഓക്കെ, ഇത് ഇത്രയും 100 mm. ഇനിയിപ്പോൾ അവരെന്താ പറഞ്ഞിരിക്കുന്നത്? എക്സും വൈയും തമ്മിലുള്ള ദൂരം 400. ഇപ്പം എയും എക്സും 100 പറഞ്ഞു, നമ്മളത് വെച്ചു, ബാക്കിയും കണ്ടുപിടിച്ചു. എക്സും വൈയും ഉള്ള ദൂരം എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പം 200 പ്ലസ് 100 300 ആയുള്ളൂ. അപ്പം ഇതിന് ഇപ്പറയാണ് എന്ത് വരുന്നത്? വൈ വരുന്നത്. എക്സും വൈയും ഉള്ള ദൂരം 400 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഇത്ര 400, ഇത് ഇത്രയെന്ന് പറയുന്നത് 400. എക്സും വൈയും തമ്മിലുള്ള ദൂരമാണ് എന്തോന്ന്? 400.
അപ്പം 200 കുറച്ചു, 400 നിന്ന് 200 കുറയ്ക്കുമ്പോൾ ബാലൻസ് 200 ഉണ്ട്. അതിൻ്റെ അകത്ത് 100 കുറച്ചു. അപ്പോൾ ബാലൻസ് എത്ര വരും? 100 വരും. ശരിയല്ലേ? അപ്പം ഈ സിന്ന് വൈയോളിലേക്കുള്ള ദൂരം 100 mm ആണ്. ഇനിയിപ്പോൾ എന്തോന്നാണ്? വൈയും ഡിയും അതിവിടെ തന്നിട്ടുണ്ട്. വൈ ആൻഡ് ഡി ഈസ് 200 mm. വൈയും ഡിയും 200 mm ആണ്. ഓക്കെ, ഇപ്പം നമുക്ക് ഓരോത്തിൻ്റെയും ഇടവിട്ടുള്ളത് കിട്ടിയില്ലേ? എയിന്ന് എക്സിലേക്കുള്ള ദൂരം കിട്ടി 100, എക്സിന്ന് ബിയിലേക്കുള്ളത് കിട്ടി 200, ബിന്ന് സിയിലേക്കുള്ളത് 100, സിന്ന് വൈയിലേക്കുള്ളത് 100, വൈന്ന് ഡിയിലേക്കുള്ളത് 200. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് നമുക്കിവിടെ ചോദ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എയും ബിയും 300 പറഞ്ഞു, പിന്നെ എയിന്ന് സി വരെ 400 പറഞ്ഞു, എയിന്ന് ഡി വരെ 700 പറഞ്ഞു. അപ്പം എയിന്ന് ബി വരെ 300 ആണെങ്കിൽ ബി സി എന്ന് പറഞ്ഞ ദൂരം മൊത്തം മൈനസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടത്തേത് കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടത്തേത് കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സിയും ഡിയും ഉള്ള ദൂരം മൊത്തത്തിൽ നിന്ന് ഇത് രണ്ടെണ്ണം കുറച്ചപ്പോഴത്തേക്കും നമുക്ക് ഇവിടത്തേത് കിട്ടി 300 എന്നുള്ളത്. ഓക്കെ, ഇനിയിപ്പം ഇവിടെ എക്സ് വന്നിട്ട് 100 എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ 100 മീറ്റർ വിട്ടിട്ട് എക്സ്, അപ്പം മൊത്തം 300 അല്ലേ? അപ്പോൾ 300 നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ 200. അപ്പോൾ ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസും നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത് മിച്ചമുള്ളത് ഇതും കണ്ടുപിടിച്ചു. അതുപോലെ മിച്ചമുള്ള ഇത് നമുക്ക് 100 mm നമ്മൾ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു. പിന്നെ ഇത് എന്ന് പറയുമ്പം എന്നതാ, നമുക്ക് എക്സും വൈയും മൊത്തം 400 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 200ഉം 300ഉം പോയിട്ട് മിച്ചമുള്ളത് എത്രയാണ്? 100. ആ 100 ഇത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അങ്ങനെ കണ്ടുപിടിച്ച് വെക്കണം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ തരുമ്പം അതിൻ്റെ അകത്തെ ഗിവൺ ഡേറ്റാസിനെ എടുത്ത് ഈ ഒരു ഫോമിലാക്കി വെക്കണം. ഈ ഒരു ഫോമിലാക്കി വെക്കണമെന്ന് വെച്ചാൽ ഓരോ പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എഴുതി വെക്കണം. വലിയ കാര്യമൊന്നും ഉള്ളതല്ല. 2 കണക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കത്തും. ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞ് കത്തും. ഇല്ലെങ്കിൽ ഇതേ പാറ്റേൺ പഠിച്ചാലും മതി. അപ്പോൾ ഇടയ്ക്കുള്ളത് കണ്ടുപിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ആംഗിൾസ് തന്നിട്ടുള്ളതിനെ സെപ്പറേറ്റ് ആയിട്ട് റഫ് ഫിഗർ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക, നമുക്കൊന്ന് ഒരു ഇതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനിയിപ്പോൾ കണക്കിലേക്ക് കയറാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 മാസ്, എക്സിൻ്റെ മാസും കണ്ടുപിടിക്കണം, അതിൻ്റെ തീറ്റയും കണ്ടുപിടിക്കണം, വൈൻ്റെ എം എക്സും കണ്ടുപിടിക്കണം, എം വൈയും കണ്ടുപിടിക്കണം. അതിൻ്റെ അതുപോലെ തന്നെ തീറ്റ എക്സും കണ്ടുപിടിക്കണം, തീറ്റ വൈയും കണ്ടുപിടിക്കണം അല്ലേ? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ഈ ഡിഫറെൻറ്റ് പ്ലെയിന് വരാൻ നേരത്ത് നമ്മൾ അൺനോൺ വാല്യൂസ് ആയിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് അൺനോൺ വാല്യൂസ് ഏതാണ്? എക്സ് അല്ലെങ്കിൽ വൈ. ഇതാണ് അൺനോൺ വാല്യൂസ്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിനെ നമ്മൾ റിഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കണം. റിഫറൻസ് പ്ലെയിൻ, അതായത് ഞാനിപ്പോൾ ഈ കേസിൽ എക്സിനെ റിഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുത്തു. അപ്പോൾ എക്സിനെ റിഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുമ്പോൾ ഞാൻ എക്സിന്ന് ബാക്കിയുള്ള ഓരോ പ്ലെയിൻസിലേക്കുള്ള ദൂരം വേണം എഴുതാനായിട്ട്. എക്സിന്ന് എയിലേക്ക് എത്ര, എക്സിന്ന് ബിയിലേക്ക് എത്ര എന്ന് പറഞ്ഞ് വേണം എഴുതാൻ. അപ്പം നമ്മൾ ഇതൊന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി വരച്ചത്. ഇനിയിപ്പോൾ നമ്മൾ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു റഫ് ഫിഗർ കൂടെ വരയ്ക്കണം. ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചു. റെഫറൻസ് പ്ലെയിൻ ആണ് ഇത്. എ ബി സി ഡി, ഇത് വൈ. ഓക്കെ, ഇങ്ങനെ നമ്മൾ എടുത്തു. ആക്ച്വലി ഷോർട്ടായിട്ട് വരച്ചാൽ മതി. ഇത് എക്സ്. ഓക്കെ, എ എക്സ്, ബി എ സി എ, വൈ എ ഡി. നമുക്ക് തന്നിരിക്കുന്ന നോൺ വാല്യൂസ് എ ബി സി ഡി 4 നോൺ വാല്യൂസ് ആണ്. 4 എണ്ണം ഉണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് 2 എക്സും വൈയും എന്നുള്ള 2 എണ്ണത്തിനെ ഇവർ ബാലൻസിങ് മാസ് കണ്ടുപിടിച്ച് വെക്കാൻ പറഞ്ഞിരിക്കുക. മൊത്തം അപ്പോൾ ഇതിൻ്റെ അകത്ത് 6 എണ്ണം വരുന്നുണ്ട്. ശരി, 6 പ്ലെയിൻ. അപ്പം നമ്മൾ റിഫറൻസ് പ്ലെയിനായിട്ട് ഏതെടുക്കുന്നോ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്നുള്ളതിനെയാണ് നമ്മൾ എല്ലാത്തിൻ്റെയും കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 100 mm. ഇത് തമ്മിലുള്ള ദൂരം 200 mm. പിന്നെ ബിയും സിയും ഉള്ള ദൂരം 100 mm. പിന്നെ സിയും വൈയും ഉള്ള ദൂരം 100 mm. വൈയും ഡിയും തമ്മിലുള്ള ദൂരം 200 mm. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോന്നും തമ്മിലുള്ളത് നമ്മളിങ്ങനെ എഴുതുക.
എഴുതിയതിന് ശേഷം നമ്മൾ എക്സിൽ നിന്നാണ് ഓരോന്നിലേക്കും നോക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ നോക്കാം. എക്സിൽ നിന്ന് എയിലേക്കുള്ളത് എത്രയാണ്? -100 mm എന്നാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കല്ലേ പോകുന്നത്, അതുകൊണ്ട് മൈനസ് ഒന്ന് എടുക്കണം. ഇതിപ്പോൾ എക്സിൽ നിന്ന് എക്സിലേക്കുള്ള ദൂരം 0. ഓക്കെ, ഇപ്പോൾ എക്സിൽ നിന്ന് ഇനിയിപ്പോൾ അടുത്തത് ബിയിലേക്കുള്ള ദൂരം എത്ര? 200 mm പോസിറ്റീവ്. ഓക്കെ, ഇനി എക്സിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്ര വരും? 200 100 300 mm. ഇനിയിപ്പം എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ദൂരം എത്ര വരും? 200 100 300 300 100 400 mm. ഇനിയിപ്പോൾ അടുത്തത് ഡിയിലേക്കുള്ള ദൂരം, എക്സിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര വരും? 200 300 400 500 600 mm എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, ശരിയാണോ നോക്കാൻ? 700 നിന്ന് 100 കുറച്ച് നോക്കിയാൽ മതി, കറക്റ്റല്ല 600 mm. അപ്പം ഈ ഒരു രീതിയിൽ ഇത് വരയ്ക്കുക. അപ്പോൾ ഇത് വരച്ചിട്ടാണ് നമ്മൾ എന്തോന്ന് ആ ബോക്സ് കയറ്റി വരയ്ക്കുന്നത്. ഇനിയിപ്പം ബോക്സ് വരയ്ക്കണം. ബോക്സിന് നമുക്ക് വേണ്ടത് ആദ്യം പ്ലെയിൻസ് എന്ന് പറഞ്ഞ് എഴുതുക, പിന്നെ മാസ് എന്ന് പറഞ്ഞ് എഴുതുക, മാസിൻ്റെ താഴെ കിലോഗ്രാം ബ്രാക്കറ്റ് ഇടണം. റേഡിയസ് എന്ന് പറഞ്ഞ് എഴുതുക, റേഡിയസിൻ്റെ താഴെ മീറ്റർ ബ്രാക്കറ്റ് ഇടണം. പിന്നെ FC/ω² എന്ന് പറഞ്ഞ് എഴുതുക. അതിന് താഴെ എന്തോന്ന് ഇടണം? കിലോഗ്രാം മീറ്റർ യൂണിറ്റ് എഴുതണം. പിന്നെ ലെങ്ത്ത് നമ്മൾ കഴിഞ്ഞ കണക്കിൻ്റെ അകത്ത് പഠിച്ചപ്പം ഇവിടം വരെ നമ്മൾ പഠിച്ചുള്ളൂ, മാസ്, റേഡിയസ്, ഫോഴ്സ് വരെ. പക്ഷേ നമുക്ക് ഡിഫറെൻറ്റ് പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ലെങ്ത്തും കപ്പിളും കൂടെ വരും. ഓക്കെ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. പിന്നെ അടുത്തത് കപ്പിളെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ആണ്. അപ്പം കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്റർ എത്ര വരും? കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആണ് അതിൻ്റെ യൂണിറ്റ്. അങ്ങനെ ഈ 4 ഇങ്ങനെ എഴുതുക. അതിനുശേഷം ഒരു ബോക്സ് ഉണ്ടാക്കുക. ഓക്കെ, ഇതിങ്ങനെ വെച്ചിട്ട് ആദ്യത്തെ പ്ലെയിൻ എ കഴിഞ്ഞിട്ട് എക്സ് കഴിഞ്ഞിട്ട് ബി, സി, ഡി വൈ, പിന്നെ ഡി. ഓക്കെ, എക്സ് എന്ന് പറയുന്നതാണ് റിഫറൻസ് പ്ലെയിൻ. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇനിയിപ്പോൾ എയിൻ്റെ മാസ് എത്രയാണ്? 200 kg. എക്സിൻ്റെ മാസ് അറിയത്തില്ല, mx എന്ന് എടുത്തു. ബിൻ്റെ മാസ് 300, സിൻ്റെ മാസ് 400, വൈൻ്റെ അറിയത്തില്ല, my, ഡീൻ്റെ 200. റേഡിയസ് എത്രയാണ്? റേഡിയസ് 80 mm ആണ്. അപ്പം mm-നെ നമുക്ക് മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000 ആണ് ചെയ്യേണ്ടത്. അതുപോലെ മീറ്ററിനെ മില്ലിമീറ്റർ ആക്കണമെങ്കിൽ ഇൻറ്റു 1000 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1000 ആണ്. യൂണിറ്റ് കൂട്ടാനാണെങ്കിൽ, യൂണിറ്റ് തമ്മിൽ കുറച്ച് എഴുതാനാണെങ്കിൽ ഇൻറ്റു 1000. ആ ഒരു ഇത് ഓർത്തുക. അപ്പോൾ ഇതെത്രയാണ്? 80 mm. 80 mm-നെ നമുക്ക് മീറ്റർ ആക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 1000. 1000-ന് എത്ര പൂജ്യമുണ്ട്? 3 പൂജ്യമുണ്ട്. 1 2 3 3 പൂജ്യമുണ്ട്. അപ്പം 1 2 3. അപ്പം 0.080. ഓക്കെ, ഇവിടെയാണ് പോയിന്റ് വരുന്നത്. 0.080 ആണ് എന്തോന്ന്? മീറ്റർ. അപ്പോൾ അങ്ങനെ എഴുതുക, 0.080 മീറ്റർ. അതുപോലെ തന്നെ അടുത്തത് 70 mm. 70 mm എന്ന് പറയുമ്പോൾ എത്ര വരും? 1 2 3. അപ്പം 0.070 എന്ന് വരും. അപ്പം 0.070. അടുത്തതോ 60 mm. അപ്പം 0.060. 80 mm. 80 mm 0.080. ഓക്കെ, ഇനിയിപ്പം ഇതിൻ്റെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. എത്രയായിരുന്നു? ദാണ്ട് 100 mm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ 100 mm. 100 mm എന്ന് പറയുമ്പോൾ ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ 1 2 3. അപ്പോൾ 0.1 എന്ന് പറഞ്ഞ് വരും, മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പം 0.1 മീറ്റർ, ഇതും 0.1, രണ്ടിൻ്റെയും 0.1 തന്നെയാണ് റേഡിയസ്. ഓക്കെ, ഇനിയിപ്പം ഇതും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതണം. അതാണ് FC/ω² അല്ലെങ്കിൽ ഫോഴ്സ്. അപ്പം 200 × 0.080 16 എന്ന് പറഞ്ഞ് കിട്ടും. ഇത് 16. ഇത് 0.1 × mx എന്തോന്നാണ്? 0.1 mx എന്ന് പറഞ്ഞ് എഴുതാം. 300 ×
0.070 ഈക്വൽ ടു 21. 400 ഇൻറ്റു 0.060 24. ഇത് 0.1 MY. ഓക്കെ. പിന്നെ 200 ഇൻറ്റു 0.080 16. ഓക്കെ, ഒരു മിനിറ്റ്. ശരി, ഓക്കെ. ഇനിയിപ്പം ഇതും കൂടെ ഗുണിച്ച് നമ്മളിവിടെ എഴുതി. ഇനിയിപ്പം ലെങ്ത്ത് എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? എയുടെ ലെങ്ത്ത് എക്സിന്ന് വേണം എടുക്കാനായിട്ട്. കാണോ? എയുടെ ലെങ്ത്ത് എക്സിന്ന് വേണം എടുക്കാൻ. അപ്പം -100 mm ആണ്. -100 എന്ന് പറയുമ്പോൾ 1 2 3 0.1 -0.1 മീറ്റർ എന്ന് പറഞ്ഞ് വരും. 1 2 3 0.1. ഓക്കെ, മൈനസും കൂടെ വരും. ഇതോ 0. എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 0. ഓക്കെ, എക്സിലേക്കുള്ള ഡിസ്റ്റൻസ് 0. ഇനി എക്സിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്ര? 200 mm, അതായത് 0.2. പോസിറ്റീവാണ്, ഇങ്ങോട്ടല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ സിയിലേക്കുള്ള ദൂരം, എക്സിന്ന് സിയിലേക്കുള്ള ദൂരം 300 mm, അപ്പോൾ 0.3. വൈയിലേക്കുള്ള ദൂരം അറിയാമോ? അറിയാം. എത്രയാ? 0.4. ഡിയിലേക്കുള്ള ദൂരം 0.6. എക്സിന്ന് റിഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോ പ്ലെയിനിലേക്കുള്ള ദൂരമാണ് ഇവിടെ എഴുതേണ്ടത്. എക്സിന്ന്, അതായത് റിഫറൻസ് പ്ലെയിനിൽ നിന്ന് ഓരോ പ്ലെയിനിലേക്കുള്ള ദൂരമാണ് ഇവിടെ എഴുതേണ്ടത്. അത് റിഫറൻസ് പ്ലെയിനിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ മൈനസും, റിഫറൻസ് പ്ലെയിനിന്റെ റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ പോസിറ്റീവിലുമാണ് എഴുതേണ്ടത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ അടുത്ത കപ്പിള് കിലോഗ്രാം മീറ്റർ ഇൻറ്റു മീറ്റർ ചെയ്തപ്പോഴല്ലേ കിലോഗ്രാം മീറ്റർ സ്ക്വയർ വന്നേ? അതുപോലെ തന്നെ ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ ഈ കോളവും ലെങ്ത് എന്ന് പറഞ്ഞ ഈ കോളവും കൂടെ ഗുണിക്കാൻ നേരത്താന്നാണ് നമുക്ക് ഈ കപ്പിള് കിട്ടുന്നത്. അപ്പം കാണാമോ? ഓക്കെ. 16 ഇൻറ്റു 0.1 1.6 -1.6. ഓക്കെ, ഇത് 0 ആയിപ്പോവും. ഇത് ഇൻറ്റു ഇത് 0 ചെയ്യുമ്പോഴത്തേക്ക് ഇത് 0 ആയിപ്പോവും. പിന്നെ 21 ഇൻറ്റു 0.2 ചെയ്യുമ്പോൾ 4.2 എന്ന് പറഞ്ഞാവും. 24 ഇൻറ്റു 0.3 ചെയ്യാൻ നേരത്ത് ഇത് 7.2 ആവും. ഇത് 0.1 ഇൻറ്റു 0.4 ഈക്വൽ ടു 0.04 ഇൻറ്റു MY ഇങ്ങനെ നിൽക്കും. ഓക്കെ. പിന്നെ 16 ഇൻറ്റു 0.6 ചെയ്യുമ്പോൾ 9.6 എന്ന് പറഞ്ഞ് വരും. അപ്പം ഇതാണ് സംഭവം. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന 2 കോളം, അപ്പോഴത്തെ കേസിൽ ഓർമ്മ ഉണ്ടായിരുന്നു, നമ്മൾ ഫോഴ്സിന്റെ പെട്ടിയാണ് എടുത്തത്. ഫോഴ്സിന്റെ പെട്ടി എടുത്ത് നമ്മൾ ഫോഴ്സ് പോളിഗൺ വരച്ചു. അതിനുശേഷം മിച്ചം വന്നതിനെ എടുത്ത് നമുക്ക് മാസ് തീറ്റയും കണ്ടുപിടിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് 2 അൺനോൺ ഇല്ലേ? ഇവിടെ ഒരു അൺനോൺ ഉണ്ട്, ഇവിടെ ഒരു അൺനോൺ ഉണ്ട്. അപ്പം മിച്ചം വരുമ്പോൾ ഇത് 2 എണ്ണത്തിൻ്റെയും കൂടെ പോലെ ആയിരിക്കും അത് ഇരിക്കുന്നത്. സോ നമ്മൾ മിനിമം അൺനോൺസ് ഉള്ളത് എടുക്കണം. ഇപ്പം കപ്പിളിൻ്റെ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ അകത്ത് ഒരേ ഒരു അൺനോണേ ഉള്ളൂ. അപ്പം മിച്ചം വരുന്നത് വെച്ച് നമുക്ക് ഇത് കണ്ടുപിടിക്കത്തില്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വരയ്ക്കാൻ നേരത്ത് ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈ 2 ബോക്സ് അതിൻ്റെ അകത്ത് ഫോഴ്സ് പോളിഗൺ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നാണ്, 2 അൺനോൺ ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ കണക്കിനകത്ത് വരച്ചപ്പോഴത്തേക്ക് മിച്ചം വന്നതിനെ എടുത്ത് MORന്റെ കൂടെ ഇക്വേറ്റ് ചെയ്തപ്പോഴാണല്ലോ നമുക്ക് അതിൻ്റെ മാസ് കണ്ടുപിടിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 അൺനോൺ ഉള്ളപ്പോഴത്തേക്ക് അത് പാടാം. അപ്പം മിനിമം അൺനോൺ ഉള്ളതാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഏത് പെട്ടിക്കകത്തുള്ളത്? ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് മിനിമം അൺനോൺ, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ മിച്ചം വരുന്ന വെച്ചാൽ നമുക്ക് എന്തോന്ന് കിട്ടും? MY എന്ന് പറഞ്ഞ സാധനം കിട്ടും. MY എന്ന് പറഞ്ഞ സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതെടുത്ത് പിന്നെ ഒന്നും കൂടെ ഫോഴ്സ് പോളിഗൺ വരയ്ക്കണം. ഇപ്പം നമ്മൾ കപ്പിൾ പോളിഗൺ വരയ്ക്കുന്നു. അതേപോലെ തന്നെ കഴിഞ്ഞ ഇതിനകത്ത് പഠിച്ച പോലെ തന്നെ കപ്പിൾ പോളിഗൺ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് മിച്ചം വരുന്നത് നമുക്ക് അളന്ന് എടുക്കാൻ നേരത്ത് MY എന്ന് പറഞ്ഞ സംഭവം കിട്ടും. അതുകൊണ്ടൊന്ന് ഇതിൻ്റെ അകത്ത് എടുത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ അൺനോൺ എന്നുള്ളത് മാറി ഇതൊരു നോൺ വാല്യൂ ആകും. എന്നിട്ട് നമുക്ക് ആ വാല്യൂവിനെടുത്ത് നമ്മൾ ഇത് വെച്ച് വരയ്ക്കാൻ നേരത്ത് മിച്ചം കിട്ടുന്നത് വെച്ച് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് മാസ് 2ൻ്റെയും മാസ് കണ്ടുപിടിക്കുക, 2ൻ്റെയും തീറ്റ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ വരയ്ക്കാൻ പോവാം. കപ്പിൾ പോളിഗൺ വരയ്ക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മറ്റേ ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരയ്ക്കണമെങ്കിൽ നമുക്കൊരു ഡയഗ്രാം വേണ്ടേ? സ്പേസ് ഡയഗ്രാം. അത് വെച്ച് പാരലൽ വരച്ചല്ലേ നമ്മൾ ആംഗിൾസ് വരയ്ക്കുന്നത്. അപ്പോൾ സ്പേസ് ഡയഗ്രാം വരയ്ക്കണം. അപ്പോൾ ആദ്യം സ്പേസ് ഡയഗ്രാം. നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, നിങ്ങൾ ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും പാരലൽ എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പം ഒരു പേജിൽ സ്പേസ് ഡയഗ്രാമും ഒരു പേജിൽ ഫോഴ്സ് പോളിഗണും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരലൽ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് പേജിലാണോ നിങ്ങൾ 2 എണ്ണം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പേജിൽ തന്നെ നിങ്ങൾ സ്പേസ് ഡയഗ്രാം വരച്ച് വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പാരലൽ എടുത്ത് വരയ്ക്കാൻ എളുപ്പമുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ മറ്റേ ബോക്സ് വരച്ചതിന് ശേഷം ഫോഴ്സ് ഇത് പോളിഗൺ വരയ്ക്കുന്നതിന് മുന്നേയായിട്ട് തന്നെ ഈ പേജിൽ സ്പേസ് ഡയഗ്രാം വരയ്ക്കുന്നത്. സ്പേസ് ഡയഗ്രാമിന് സ്കെയിലിൻ്റെ ആവശ്യമില്ല, പക്ഷേ ആംഗിൾസ് എടുക്കുന്നത് കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഹോറിസോണ്ടൽ കൊടുത്തു. ഒരുപാട് കയറ്റി വെച്ചേക്കല്ല, പൊട്രാക്ടർ വെക്കാൻ നേരത്ത് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. ഓക്കെ, കാണാവോ? ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് ഒരെണ്ണം വരച്ചു, ഇതിങ്ങനെ കൊടുത്തു. ഇതിന് പേരെന്തോന്നാണ്? എ. നോൺ വാല്യൂസ് ആയിരിക്കും സ്പേസ് ഡയഗ്രത്തിൽ വരയ്ക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അവർ പറഞ്ഞ എന്താണ്? ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് ഇതിന് നമ്മളെടുത്ത് വരയ്ക്കുക 45 ഡിഗ്രി. ഇതിനെ 45 ഡിഗ്രി എടുക്കുക. 45 ഡിഗ്രി എടുത്തു. പിന്നെ 45 ഡിഗ്രിയും പിന്നെ 70 ഡിഗ്രിയും എടുക്കണം. 70 ഡിഗ്രി 115. അപ്പം 45 ഡിഗ്രി പിന്നെ 115 ഡിഗ്രി. അതൊന്നും ഇല്ല, ഇത് 45 ഡിഗ്രി പ്ലസ് 70 ഡിഗ്രി ഒന്നും കൂടെ എടുത്ത് ഇവിടെ വെക്കുന്നതിന് പകരം 45 പ്ലസ് 70 അടിച്ചപ്പോൾ 115 വന്നു. അപ്പോൾ അങ്ങനെ ഞാനിത് എടുത്ത് വെച്ചതാണ്. പിന്നെ അതിന് ശേഷം ഇതിനെയും കൂടെ ജസ്റ്റ് ഇതാണ് എന്തോന്ന്? ബി. എത്ര ഡിഗ്രി? 45 ഡിഗ്രി. കാണാവോ? ഓക്കെ, അതിനുശേഷം ഇത് എത്ര ഡിഗ്രി? 75 ഡിഗ്രി. 70 ഡിഗ്രി അല്ലേ? ഇതാണ് സി. ആരോ വണ്ടയ്ക്കോട്ടെ. എത്ര ഡിഗ്രി? 70 ഡിഗ്രി. ഇനി എത്ര എടുക്കേണ്ട? 120 ഡിഗ്രി. അതും കൂടെ എടുത്ത് വരച്ചു കഴിഞ്ഞാൽ സ്പേസ് ഡയഗ്രാം കഴിഞ്ഞു. എന്നിട്ട് ഇതെടുത്ത് പാരലൽ വരച്ച് മറ്റേത് വെച്ചാൽ മതി. കപ്പിൾ പോളിഗണും ഫോഴ്സ് പോളിഗണും. ശരി, ഇതിൻ്റെ അകത്ത് 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ അതും കഴിഞ്ഞു. താഴേക്കുള്ളത് ഒരുപാട് നീട്ടണ്ട, കാരണം നമുക്ക് മറ്റേതൊക്കെ വരയ്ക്കാനുള്ളതല്ലേ. അപ്പം ഇത് കഴിഞ്ഞു. ആരോ താഴോട്ട്. ഇതാണ് എന്തോന്ന്? ഡി. ഇത് എത്ര ആംഗിൾ? 120 ഡിഗ്രി. ഇത് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എടുക്കുന്നത്, എയിന്ന്. ഓക്കെ, ശരി. ഇതിങ്ങനെ കൊടുക്കണമെന്നില്ല, ജസ്റ്റ് കൊടുത്തതേ ഉള്ളൂ. പിന്നെ സ്പേസ് ഡയഗ്രാം വരച്ചു. നമുക്കിനി എന്തോന്നാണ്? കപ്പിൾ പോളിഗൺ ആണ് വരയ്ക്കേണ്ടത്. കാരണം ഇതിൻ്റെ അകത്താണ് ഒരു അൺനോൺ ഉള്ളത്, ഇതിൻ്റെ അകത്ത് 2 അൺനോൺ ഉണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ വരയ്ക്കേണ്ട. ആദ്യം കപ്പിൾ പോളിഗൺ വരയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എന്തോന്ന് എഴുതുക? കപ്പിൾ പോളിഗൺ എന്ന് എഴുതുക. ഇത് ആക്ച്വലി ഇങ്ങനെ താഴെയിട്ട് എഴുതി പോകണം. ഞാൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ എഴുതുക. കപ്പിൾ, ഒരുപാട് പെർഫെക്ഷൻ ഇല്ല. ഓക്കെ, കപ്പിൾ പോളിഗൺ എന്ന് പറഞ്ഞ് എഴുതി. അപ്പം കപ്പിൾ പോളിഗൺ എന്തോന്ന് വേണം? സ്കെയില് വേണം. കാണോ? ഓക്കെ, നമുക്ക് 1.6 എടുക്കണം, 4.2 എടുക്കണം, 7.2 എടുക്കണം, 9.6 എടുക്കണം. അപ്പം നമുക്ക് ഇതിനെ അങ്ങനെ എടുത്താൽ മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. 9 സെൻറ്റിമീറ്റർ 7.2 ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ വലിയ സ്കെയിലിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം എന്തോന്ന് എഴുതാം? 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് തന്നെ എടുക്കാം. 1.6 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 1.6 തന്നെ. അപ്പോൾ 1.6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. 4.2 ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുമ്പം 4.2 തന്നെ. അപ്പോൾ 4.2 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. ഓക്കെ, അപ്പം നമ്മൾ സ്കെയിലാക്കാൻ നേരത്ത് ആക്ച്വലി നമ്മൾ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യും. കഴിഞ്ഞ കണക്കിൽ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിച്ചോണം, അത് വിട്ടു പോകരുത്. ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂ എടുത്ത് വെച്ചാണ് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ അളക്കുന്നതിന് തിരിച്ച് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്തോന്ന് ചെയ്യും? ഇത് മാറ്റാൻ വേണ്ടി ഡിവൈഡ് ചെയ്തു, അപ്പോൾ തിരിച്ചാക്കാൻ വേണ്ടിയിട്ടോ ഇൻറ്റു ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പം ഇതിനെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എടുത്തു. എല്ലാം നമ്മൾ മീറ്ററിലേക്കല്ലേ എടുത്തിരിക്കുന്നത്. സോറി, മീറ്റർ അല്ല, കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, കിലോഗ്രാം മീറ്റർ സ്ക്വയർ ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ തന്നെയാണ് എഴുതണം. 1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് എടുത്തു. ശരി, അപ്പോൾ ഓക്കെ അല്ലേ? ശരി, കാണാമല്ലോ അല്ലേ? ഇനിയിപ്പം കപ്പിൾ പോളിഗൺ വരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് റോളർ സ്കെയിൽ എടുത്തു. നമുക്ക് ആദ്യം ഏതാണ് വരയ്ക്കേണ്ടത്? എ എന്ന് പറയുമ്പോൾ എയിൽ കൊണ്ടുവന്ന് വെക്കുക. സ്പേസ് ഡയഗ്രത്തിൽ ഈ നടുക്കുള്ളതിനെ O എന്നാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് വെക്കേണ്ടത്? കറക്റ്റ് ഈ 2 പോയിന്റിലും കുത്തി വേണം കറക്റ്റായിട്ട് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. എന്നിട്ട് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ട് നേരെ താത്ത് കൊണ്ടുവരണം. ഞാൻ ഇവിടെ വെച്ച് വരയ്ക്കാം. അപ്പം ഒരു പോയിന്റ് ആദ്യം സെലക്ട് ചെയ്യുക. ഈ പോയിന്റാണ് എന്തോന്നു? O. കാണാമല്ലോ അല്ലേ? O. അപ്പം ഇത് -1.6 ആണ്. അപ്പം 1
1.6 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ഇതാണ് എന്തോന്ന് CCA എന്ന് പറഞ്ഞ് എഴുതണം. കപ്പിൾ പോളിഗൺ ഓഫ് എ, കപ്പിൾ ഓഫ് എ. പിന്നെ ഈ പോയിന്റിൽ നിന്ന് അടുത്തത് എന്തോന്നാണ് ബി. എക്സ് ഇല്ല, അത് അൺനോൺ അല്ലേ, 0 ആണ്, അതുകൊണ്ട് ഇതിനകത്ത് എടുക്കത്തില്ല. അടുത്ത ബി. നമ്മൾ നോണൊക്കെ വരച്ചിട്ടായിരിക്കും അവസാനമായിരിക്കും മിക്കപ്പോഴും അൺനോൺ കയറ്റി വരയ്ക്കുന്നത്. ഇതിങ്ങനെ ഒരിക്കലും വെച്ച് എടുക്കരുത്. ഇതിങ്ങനെ വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശകലം ഇങ്ങനെ ചരിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ വെച്ചെടുക്കുക. ഇതിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ നേരെ കൊണ്ടുവരിക, വെക്കുക. ഇപ്പോൾ ബിക്ക് നേരെ വന്നു. എത്ര എടുക്കണം? 4.2 എടുക്കണം. 1 2 3 4 4.2. ഓക്കെ, 4.2 എടുത്തു. മണ്ടയ്ക്കോട്ടാണ് ആരം. ഇതാണ് എന്തോന്ന് CCB. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങോട്ടാണ്? ഇനിയിപ്പോൾ അടുത്തത് സി. ഇതിങ്ങനെ വെക്കാൻ നേരത്ത് ചിലപ്പോൾ ഇറങ്ങിപ്പോവും. സോ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവരിക. ഇവിടെ നിന്ന് എത്രയാണ്? 7.2 ആണ് എടുക്കേണ്ടത്. ഇത് ആക്ച്വലി ഇതിങ്ങനെ കയറിപ്പോവും. 7.2. ഓക്കെ, 7.2 ഇവിടെ ആയിട്ട് വരും. മണ്ടക്കോട്ടാരം അല്ലേ? മണ്ടക്കോട്ടല്ലേ? എന്തോന്നാണ്? CCB. ഇനിയിപ്പോൾ അടുത്ത് എവിടെ വെച്ച് വരയ്ക്കണം? ഇവിടെ വെച്ച് വരയ്ക്കണം. എന്തോന്നാണ് ഇനി വരയ്ക്കാനുള്ളത്? ഡി എന്ന് പറയുന്നത് 9.6 ആണ്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക, പാരലിൽ വെക്കുക, കറക്റ്റാക്കുക, റോൾ ചെയ്ത് കറക്റ്റ് ഇവിടെ കൊണ്ട് നോക്കുക. മണ്ടക്കോട്ട് വരയ്ക്കണം, താഴോട്ട് വരയ്ക്കണം. ഡയറക്ഷൻ അങ്ങോട്ടാ, താഴോട്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് 9.6 താഴേക്ക്. ഇങ്ങനെ എടുത്ത് വെച്ച് 9.6 വരച്ചു. ഇവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇതെന്തോന്നാണ്? CCD 9.6. ഇനിയിപ്പം മിച്ചം വന്നു. ഇവിടെയാണ് നിന്നേ. ഇത് അവസാനിച്ച പോയിന്റ്, ഇത് സ്റ്റാർട്ടിങ് പോയിന്റ്. ഇതിനെയും കൂടെ ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ലൈൻ ഓഫ് ആക്ഷൻ കൊടുത്തതിന് ശേഷം ഡയറക്ഷൻ കൊടുക്കുക. ഇതെന്തോന്നാണ്? CCY. Y അല്ലേ? ഓക്കെ, അപ്പോൾ CCY എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തോന്നാണ്? CCY എന്ന് പറയുന്നത് 0.04 MY ആണ്. ഓക്കെ, ഇപ്പം ഇനിയിപ്പോൾ ഇതിനെ അളക്കാം. ഇത് അളക്കാൻ നേരത്ത് എത്ര കിട്ടും? എനിക്ക് കിട്ടിയത് ഏതാണ്ട് 7.4 ആണ് കിട്ടിയത്. ഓക്കെ, അപ്പം ഞാൻ = 7.4 സെൻറ്റിമീറ്റർ. ഇനിയിപ്പോൾ അതിനെ ഞാൻ കിലോഗ്രാം മീറ്റർ സ്ക്വയർ ആക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് × 1 ഇതിലേക്ക് തിരിച്ചപ്പം 7.4 × 1 ചെയ്യാൻ നേരത്ത് 7.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഇത്. 0.04 MY = 7.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് MY കിട്ടത്തില്ലേ? മാസ് ഓഫ് Y കിട്ടത്തില്ലേ? 7.4 / 0.04 എത്ര വരും? 7.4 / 0.04 185 കിലോഗ്രാം എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പം പെൻസിൽ കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് 185 കിലോഗ്രാം എന്ന് ഇടുക. അപ്പോൾ ഇത് 185 ആണെങ്കിൽ നമ്മുടെ ഫോഴ്സിൻ്റെ ഇത് കണ്ടോ, ഇത് നമ്മൾ എന്തോന്നാക്കണം? 0.1 കൊണ്ട് ഗുണിച്ചെഴുതണം. 0.1 × 185 = 18.5 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിൻ്റെ വാല്യൂ 18.5. ഓക്കെ, ഇതിൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എന്തോന്നാണ്? 7.4 കിലോഗ്രാം മീറ്റർ സ്ക്വയർ തന്നെ. ഓക്കെ ആണ്. അപ്പം നമുക്കിപ്പം കപ്പിൾ പോളിഗൺ ഉപയോഗിച്ച് മാസ് കണ്ടുപിടിച്ചു. മാസ് കണ്ടുപിടിക്കുന്നതിനൊപ്പം തന്നെ വൈൻ്റെ മാസിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തോന്ന് കിട്ടി? ആംഗിളും കൂടെ കിട്ടിയില്ലേ? അപ്പം അതാണ് എന്തോന്ന് ഇതല്ലേ അതിൻ്റെ ആംഗിള്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നമ്മൾ വരച്ച സ്പേസ് ഡയഗ്രാമിൽ കൊണ്ടുപോയിട്ട് നോക്കുക. ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ നേരെ താഴോട്ട് വരച്ചു. ഓക്കെ,
ഇവിടെ നേരെ താഴോട്ട് വരച്ചു, ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇതാണ് എന്തോന്ന് വൈ. പിന്നെ ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തത്, ഇപ്പം നമുക്ക് കപ്പിൾ പോളിഗണിനകത്തുനിന്ന് ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫോഴ്സ് പോളിഗണാണ് വരയ്ക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് 2 അൺനോൺ ഉള്ളതിനകത്ത് 1 അൺനോൺ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിനെ കണ്ടുപിടിക്കണം. അപ്പം ഫോഴ്സ് പോളിഗൺ ഇതേപോലെ വരച്ചിട്ട് മിച്ചം വരുന്നതിനെ വെച്ച് ചെയ്യാൻ നേരത്തെ എന്തോന്ന് കിട്ടും, നമുക്ക് എക്സ് കിട്ടും, എക്സിൻ്റെ മാസ് കിട്ടും, എക്സിൻ്റെ തീറ്റയും കിട്ടും. ശരി, ഇനിയിപ്പോൾ അടുത്ത നമ്മൾ വരയ്ക്കേണ്ടത് ഫോഴ്സ് പോളിഗൺ. ഞാനപ്പോൾ ഇവിടെ തന്നെ വരയ്ക്കുവാണ് ഫോഴ്സ് പോളിഗൺ. ഇതിനെ നമ്മൾ സ്കെയിൽ ചെയ്യണം. 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു എത്രയാണ്, 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 16. 16 എന്ന് പറയുമ്പം 16 സെൻറ്റിമീറ്റർ 21 സെൻറ്റിമീറ്റർ എടുക്കാൻ പറ്റത്തില്ല. 1.6 ആണെങ്കിൽ ഓക്കെ, 2.1 ആണെങ്കിൽ ഓക്കെ, 2.4 ആണെങ്കിൽ ഓക്കെ, 1.6 ആണെങ്കിലും ഓക്കെ. അപ്പം വളരെ കുഞ്ഞതായിട്ട് നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല, കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ പോരെ. അപ്പം 10 ആണ് സ്കെയിൽ. അപ്പം 10 യൂണിറ്റ് എത്ര, കിലോഗ്രാം മീറ്റർ. 10 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് എടുക്കുക. എന്നിട്ട് ഓരോന്നിനെയും ഈ സ്കെയിൽ എടുത്തത് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മളിവിടെ വരയ്ക്കുക. ഓക്കെ, അപ്പം ആദ്യം എന്തോന്നാണ്, ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എ ആണ്. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് വരയ്ക്കേണ്ടത് എ ആണ്. പേനിങ്ങനെ വെച്ചു, പേനിങ്ങനെ വെച്ചിട്ട് നേരെ താഴേക്ക് കൊണ്ടുവന്നു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് തുടങ്ങാം. ഇവിടെ നിന്ന് തുടങ്ങി എത്ര വരും, എന്ന് പറയുന്നത് എത്രയാണ്, 16. 16 എന്ന് പറയുമ്പോൾ 1.6, 1.6 ഇവിടെ ആയിട്ട് വരും. കാരണം ഇത് പോസിറ്റീവ് അല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് എടുത്തത്. അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് പോയാൽ മിക്കപ്പോഴും ഫോഴ്സ് ഇങ്ങോട്ടേ വരത്തുള്ളൂ, കപ്പിൾ മാത്രമേ മൈനസൊക്കെ ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, ഇതാണ് എന്തോന്ന്, ഇങ്ങോട്ടാണ് ആരോ, ഇത് ഒ, ഇതാണ് എന്തോന്ന് FCA. ഫോഴ്സിൻ്റെ അല്ലേ വരയ്ക്കുന്നത്, കപ്പിളിൻ്റെ ആണെങ്കിൽ CCA എന്ന് വന്നേനെ, ഫോഴ്സിൻ്റെ ആയതുകൊണ്ട് FCA കാണാമല്ലോ അല്ലേ. ഓക്കെ, ഇനിയിപ്പം പിന്നെ അടുത്ത് എന്തോന്ന്, ഇത് അൺനോൺ അല്ലേ, അതുകൊണ്ട് ഇതിപ്പോൾ വരയ്ക്കണ്ട. അതിനുശേഷം ബി എന്ന് പറയുന്നത് 21 ഡിവൈഡഡ് ബൈ 10, 2.1. ബി എടുത്തു, നേരെ കൊണ്ടുവന്ന് വെച്ച് 2.1 വരയ്ക്കണം. 1, 2, 2.1. ഇതാണ് എന്തോന്ന് FCB. ഇനിയിപ്പോൾ അടുത്ത് എന്തുവാ, സി കൊണ്ടുവന്ന് വെച്ചു. 24 24 ഡിവൈഡഡ് ബൈ സ്കെയിൽ എത്രയാണോ അത്. ഇതൊക്കെ വരച്ച് നോക്കുമ്പോഴേ ഓരോ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, പരീക്ഷയ്ക്ക് പെട്ടെന്നാവത്തുള്ളൂ. അത്ര 2.4. അപ്പം 2.4 എടുക്കുക. ഓക്കെ, എവിടെയോ വെച്ച് വീഡിയോ കട്ടായി. അപ്പം നമ്മൾ FCD വരച്ചു. ഡി എത്രയാണ്, 16, 1.6 എടുത്ത് വരച്ചു. ഇനിയിപ്പം മിച്ചം വരയ്ക്കാനുള്ളത് 18.5. 18.5 ഡിവൈഡഡ് ബൈ 10 ചെയ്യാൻ നേരത്ത് 1.85 വരും. അപ്പം വൈ കൊണ്ടുവന്ന് ഇവിടെ വെക്കുക. വൈ കറക്റ്റാക്കിയതിന് ശേഷം നേരെ താഴേക്ക് കൊണ്ടുവരിക. ആരോ എങ്ങോട്ടാണ്, ഈ പോയിന്റിൽ നിന്ന് ആരോ ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. എന്നിട്ട് എത്രയാണ്, 1.85 അല്ലേ, അപ്പോൾ 1.85 എന്ന് പറയുമ്പം പോയിന്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ 1.85 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. 1.85 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇത് കുറച്ചൊരു വ്യത്യാസം വരും. കറക്റ്റായിട്ട് ഇത് കുറച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും. പക്ഷേ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ആ വേ ഓഫ് ഡൂയിങ് മാത്രം മനസ്സിലാക്കുക. എന്നിട്ട് ഈ അവസാനിച്ച പോയിന്റ് ഇവിടെയല്ലേ, തുടങ്ങിയ പോയിന്റ് ഇവിടെയല്ലേ, ഇത് തമ്മിൽ കൂട്ടിമുട്ടിക്കുക. അപ്പം ഒരു മിനിറ്റ്, ഇതാണ് എന്തോന്ന് FCY ഇത്. അപ്പോൾ തിരിച്ച് ഇതിൻ്റെ ആരോ ഇങ്ങോട്ട് വരും.
ഓക്കെ, ഇതാണ് എന്തോന്ന് FC(x). ഓക്കെ, അപ്പം ഇത് നമ്മൾ അളക്കുന്നതിന് മുന്നേ ഇതിനെ നമ്മൾ കയറ്റി അവിടെ വരച്ച് വെക്കുക. എവിടെ? സ്പേസ് ഡയഗ്രത്തിൽ കാണാമോ? സ്പേസ് ഡയഗ്രാം. ഓക്കെ, കറക്റ്റ് ആക്കുക. ഇതിങ്ങനെ കറക്റ്റ് ആയിരിക്കണം. ഈ രണ്ട് റെഡ് കളർ സംഭവവും ഒരു സൈഡ് ഇറങ്ങിയിരുന്നാലും കറക്റ്റായിട്ട് വരില്ല, ഒരു സൈഡ് വളഞ്ഞു പോവും. ഇങ്ങനെ വെച്ച് സ്പേസ് ഡയഗ്രത്തിൽ കൊണ്ടുപോയി പോയിന്റിൽ കൊണ്ട് ഞാൻ വെച്ചു. എനിക്ക് ഇങ്ങോട്ടും വരയ്ക്കാം, ഇങ്ങോട്ടും വരയ്ക്കാം. എങ്ങോട്ട് വരയ്ക്കണം? ഇവിടെ ആരോ എങ്ങോട്ടാണ്? താഴേക്ക്. അപ്പം ഇവിടുന്ന് ലെഫ്റ്റിലേക്കായിട്ട് താഴേക്കായിട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇത്ര വരച്ച. ഇനി ഇതാണ് എന്തോന്ന് നമുക്ക് കിട്ടിയ എക്സ്. അപ്പം ഇത് വൈ, ഇത് എക്സ്. ഓക്കെ, ഇനിയിപ്പം ഇതിനെ നമ്മൾ അളക്കുക. ഇതിനെ അളക്കാൻ നേരത്തെ എത്ര കിട്ടും? എനിക്ക് കിട്ടിയത് 3.5 ആണ് കിട്ടിയത്. ചെറിയൊരു വ്യത്യാസം വന്നേക്കാം ചെയ്യാൻ നേരത്ത്. ഇപ്പം ചെയ്യുന്ന രീതി മനസ്സിലാക്കുക. ഓക്കെ, പേനില്ല. അപ്പം ഈ FC(x) എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടി? 3.5 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അപ്പോൾ 3.5 സെൻറ്റിമീറ്ററിനെ തിരിച്ച് നമ്മൾ കിലോഗ്രാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തിരിച്ച് ഇൻറ്റു ചെയ്യണം. അപ്പം 3.5 × 10, അപ്പോൾ എത്രയാണ്? 35 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടി. ഇനി FC(x)ൻ്റെ ഇക്വേഷൻ എന്തോന്നാണ്? അതായത് ഇതിനകത്ത് 0.1 mx അല്ലേ? അപ്പം 0.1 mx ആണല്ലോ എന്തോന്ന് 35 കിലോഗ്രാം മീറ്റർ. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തുനിന്ന് മാസ് ഓഫ് എക്സ് എത്ര വരും? 35 / 0.1. അപ്പോൾ 35 / 0.1 എന്ന് പറയുമ്പോൾ 350. അപ്പോൾ മാസ് കിട്ടി. എത്രയാണ്? 350 കിലോഗ്രാം ആണ് മാസ്. ഓക്കെ, ഇനിയിപ്പം നമുക്ക് എന്തോന്ന് എഴുതാം? നമുക്ക് എന്തൊക്കെയായിരുന്നു ചോദ്യം കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? നമുക്ക് മാസ് ഓഫ് എക്സ് കണ്ടുപിടിക്കണമായിരുന്നു. നമ്മളത് കണ്ടുപിടിച്ചു, 350. മാസ് ഓഫ് വൈ കണ്ടുപിടിക്കണമായിരുന്നു. അത് നമുക്ക് കപ്പിൾ പോളിഗണിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചു, 185 കിലോഗ്രാം. ഓക്കെ, ഇനിയിപ്പോൾ തീറ്റ എന്ന് പറയുന്നത് എന്തോന്നാണ്? നമ്മൾ ദാണ്ട് ഇതിനിവിടെ വരച്ചില്ലേ? അപ്പം ഇവിടെ നമുക്കിവിടെ ആംഗിൾ കിട്ടിയില്ലേ? നമുക്കിത് അളന്നു കഴിഞ്ഞാൽ ആംഗിൾ കിട്ടൂലേ? അതാണ് എന്തോന്ന്? θx. അതായത് എന്ന് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുക്കാൻ നേരത്ത് കിട്ടുന്ന ആംഗിളാണ് θx. ഓക്കെ, ഇനിയിപ്പം വൈൻ്റെ ആംഗിൾ എന്ന് പറയുമ്പം ഇത്രയാണ് എന്തോന്ന്? θy. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ θy കിട്ടും. അപ്പം ഇനിയിപ്പം അത് ചെയ്യാം. അപ്പോഴത്തേക്കും പ്രൊട്രാക്ടർ ഇവിടെ വെക്കുക. എത്ര കിട്ടും എനിക്ക്? ഏതാണ്ടൊരു ഇവിടെ നിന്ന് എടുക്കാൻ നേരത്തൊരു 145 വരും. 145 വരും. അതാണ് θx = 145 ഇപ്പുറത്ത് നിന്ന് വന്നു. അതിനുശേഷം മറ്റേതോ ഇതെന്ന് പറയുമ്പോൾ ഏതാണ്ട് 15, 16, 17 ഒരു 17 ഡിഗ്രിയും വരും. θy അല്ല, ആക്ച്വലി 17 ഡിഗ്രി. ഇനിയിപ്പോൾ നമുക്ക് θx എന്ന് പറയുന്നത് എന്തോന്നാണ്? ഇവിടെ നിന്നല്ലേ നമ്മൾ എടുത്തത്, നമ്മൾ മണ്ടയ്ക്ക് നിന്നല്ലേ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിലേ നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം 360 ഡിഗ്രി മൈനസ് 145 ഡിഗ്രി ചെയ്യുന്നതാണ് θx. 360 മൈനസ് 145 എത്രയാണ്? 215 ഡിഗ്രി. 215 ഡിഗ്രിയാണ് θx. ഇനിയിപ്പം θy എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രിയിൽ നിന്ന് വെറും 17 ഡിഗ്രി കുറയ്ക്കുന്നതാണ്. 17 ഡിഗ്രി കുറയ്ക്കുന്നതാണ് θy. അപ്പം 343 ഡിഗ്രി വരും. ഇങ്ങനെ എടുക്കുമ്പോൾ. ഓക്കെ, അപ്പം ഇതിന് നമ്മൾ എഴുതാൻ നേരത്തെ എങ്ങനെ എഴുതണം? ചോദ്യം എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗുലാർ പൊസിഷൻ എന്നല്ലേ? മാഗ്നിറ്റ്യൂഡ് ആൻഡ് ആംഗുലാർ പൊസിഷൻ എന്നല്ലേ? അപ്പം നമ്മൾ ആദ്യം മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസസ് എന്ന് പറഞ്ഞ്
എം എക്സ് ഇസ് ഈക്വൽ ടു എത്രയാണ് 350 kg, എം വൈ ഇസ് ഈക്വൽ ടു എത്രയാണ് 185 kg എന്ന് പറഞ്ഞ് എഴുതുക. ഇനി ആംഗുലാർ പൊസിഷൻ, അടുത്തത് ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസസ്. ബാലൻസിങ് masses measured from theta. ഒരു മിനിറ്റ്. അതായത് angular position of balancing masses measured from എവിടെ നിന്നാണ്? ഫ്രം എ ടു എക്സ് പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്ന എത്ര? തീറ്റ എക്സ് എന്ന് പറയുന്ന എത്രയാണ്? 215 ഡിഗ്രി. അതുപോലെ ആംഗുലാർ പൊസിഷൻ ഓഫ് ബാലൻസിങ് മാസ് മെഷർഡ് ഫ്രം എന്തോന്നാണ്? എ ടു വൈ. അങ്ങനെ അടുത്തത് എഴുതുക. എ ടു വൈ പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ടു വൈ പ്ലെയിൻ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് എന്തോന്ന്? തീറ്റ വൈ ഇസ് ഈക്വൽ ടു 343 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. അപ്പം ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറെൻറ്റ് പ്ലെയിനിലെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനിയിപ്പം 5th മോഡ്യൂളിൻ്റെ സെയിം പ്ലെയിൻ ഡിഫറെൻറ്റ് പ്ലെയിൻ പഠിച്ചല്ലോ. ഡിഫറെൻറ്റ് പ്ലെയിനിൻ്റെ ചോദ്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തു. ഇതിൽ നിന്ന് ഒരു പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ട് ചിലപ്പോൾ 2 ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ആ ചോദ്യമാണ് ഈ 3ഉം 4ഉം. അപ്പം ഇതും കൂടെ നമുക്ക് പഠിച്ചു നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഏതൊരു ചോദ്യം ഒന്നിനൊരു 3 തവണ നിങ്ങൾ വായിക്കുക. കാരണം എക്സാമിൻ്റെ ടൈം ചിലപ്പോൾ വിട്ടുപോകും. ഓക്കെ, ശരി. ഈ ചോദ്യം കണ്ടോ? A, B, C and D are 4 masses carried by a rotating shaft at a radius 100, 125, 200 and 150 mm. ഞാൻ ജസ്റ്റ് പെൻസിൽ ഉപയോഗിക്കുന്നില്ല, പേന തന്നെ ഉപയോഗിക്കാം. റെഡ് കളർ പെന്ന് യൂസ് ചെയ്യാം പെൻസിലിൻ്റെ പകരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടാൻ നേരത്തെ അത് ജസ്റ്റ് ഇതിങ്ങനെ വരയ്ക്കുക. എ ബി സി ഡി എന്ന് പറഞ്ഞ് ജസ്റ്റ് ചുമ്മാ വരയ്ക്കുക. എ കൊടുക്കുക, ബി കൊടുക്കുക, സി കൊടുക്കുക, ഡി കൊടുക്കുക. ആ 4 മാസം കാരിബേ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് റേഡിയസ് 100, 125, 200, 150 mm ആണ്. അപ്പം 100 mm, 125 mm, 200 mm, 150 mm. The planes in which the masses revolve are spaced 600 mm apart. ഈ 600 mm apart എന്ന് പറഞ്ഞാൽ ഓരോന്നും 600 mm ആണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയാണ്? 600 mm. ഇത് 600 mm, ഇത് 600 mm. ഓക്കെ, മാസ് ഓഫ് ബി, സി ആൻഡ് ഡി. ബി എ, സി എ, ഡിൻ്റെ മാസ് 10 കിലോഗ്രാം, 5 കിലോഗ്രാം, 4 കിലോഗ്രാം ക്രമമായി റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ റിക്വയർഡ് മാസ് ഓഫ് എ. എന്റെ മാസ് തന്നിട്ടില്ല. എന്റെ മാസ് തന്നിട്ടില്ല. ഓക്കെ, ഓക്കെ, എന്റെ മാസ് തന്നിട്ടില്ല. And the relative angular setting of the 4 masses so that the shaft shall be in complete balance. ഇത് കംപ്ലീറ്റ് ബാലൻസ് ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വരയ്ക്കുമ്പോൾ എന്നൊക്കെയാണ് വേണ്ടത്? നമുക്ക് മാസ് വേണം, റേഡിയസ് വേണം, ഇത് തമ്മിലുള്ള ദൂരം വേണം, പിന്നെ എന്തോന്ന് വേണം? ആംഗിളും കൂടെ വേണ്ടേ? സ്പേസ് ഡയഗ്രാം വെച്ചിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആംഗിളും തന്നിട്ടില്ല. എന്തൊക്കെയാ തരാത്ത? ആംഗിൾ തന്നിട്ടില്ല, മാസ്, ഒരെണ്ണത്തിന് മാസ് തന്നിട്ടില്ല. അപ്പം ആദ്യം നമ്മൾ ബോക്സ് വരയ്ക്കണം. ബോക്സ് വരയ്ക്കുമ്പോൾ ആദ്യം എന്തോന്നാണ് എഴുതേണ്ടത്? പ്ലെയിൻസ്, പിന്നെ മാസ്, പിന്നെ റേഡിയസ്, പിന്നെ FC/ω², അതായത് കിലോഗ്രാം മീറ്റർ, പിന്നെ ലെങ്ത്,
മീറ്ററിൽ, പിന്നെ കപ്പിൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞെടുത്തു. നമ്മൾ സാധാരണ ഏതിനെയാണ് റെഫറൻസ് പ്ലെയിൻ ആക്കുന്നത്? അൺനോൺ മാസ് ഉള്ളതിനല്ലേ റെഫറൻസ് പ്ലെയിൻ ആക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ ആരെയാണ് റെഫറൻസ് പ്ലെയിൻ ആക്കേണ്ടത്? ഇതാണ് അൺനോൺ, ഏത്? എ. അപ്പം എനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആക്കേണ്ടത്. അപ്പം നമ്മളിവിടെ വേറെ ഒരു സംഭവം വരയ്ക്കണ്ടേ? നമ്മൾ ഈ ബോക്സ് വരയ്ക്കുന്നതിന് വേറെ സംഭവം വരയ്ക്കും. ബോക്സ് കംപ്ലീറ്റ് ചെയ്തേക്കാം. എ, ബി, സി ആൻഡ് ഡി. എന്റെ മാസ് എത്രയാണെന്ന് അറിയത്തില്ല, എം എ എന്നെടുക്കുക. അപ്പം ഇത് എം എ. ബിൻ്റെ മാസ് 10 kg, പിന്നെ സിൻ്റെ മാസ് 5, ഡിൻ്റെ മാസ് 4. ഓക്കെ. റേഡിയസ് എത്രയാണ്? 100 mm. മീറ്ററിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ 1, 2, 3.1. ഒരുപാട് ബേസിക്കായിട്ട് പറയുന്നില്ല, ഓൾറെഡി പറഞ്ഞാണല്ലോ. 3. അപ്പോൾ 1.125. ഇത് 0.2, പിന്നെ ഇത് 0.15. ഓക്കെ. ഇപ്പോൾ എല്ലാത്തിൻ്റെയും ഇതിനെ എങ്ങനെ എഴുതി. ഇനിയിപ്പോൾ ഇതും കൂടെ ഗുണിച്ചെഴുതണം. അപ്പോൾ 0.1 MA. ഇനിയിപ്പം 10 1.25, പിന്നെ 5 × 0.2, 4 × 0.15 0.6. ഇപ്പോൾ ആയി. ഇനിയിപ്പോൾ ലെങ്ത്ത്, ഇപ്പം ഇതുവരെ നമ്മൾ എഴുതി. ഇനിയിപ്പോൾ നമുക്ക് ലെങ്ത്ത് എഴുതണം. ലെങ്ത്ത് എഴുതണമെങ്കിൽ നമ്മൾ മറ്റേ സംഭവം വരയ്ക്കണം. അത് ജസ്റ്റ് വരയ്ക്കും. കറുപ്പനും മാഗിയോ. ഇപ്പോൾ ഇത് വരയ്ക്കാൻ നേരത്തെ എങ്ങനെ വരയ്ക്കും? ജസ്റ്റ് പെൻസിൽ വയ്ക്കും. ശരി, ഇങ്ങനെ. പിന്നെ ഇതിൻ്റെ അകത്ത് അൺനോണിനല്ലേ റെഫറൻസ് ആയിട്ട് എടുക്കണ്ടേ? അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് അൺനോൺ ഏതാ? എ അല്ലേ? അപ്പോൾ എനെ റെഫറൻസ് ആയിട്ട് എടുത്തു. ഓക്കെ, എനെ റെഫറൻസ് ആയിട്ട് എടുത്തു. ഇത് ബി, ഇത് സി, ഇത് ഡി. അപ്പം എയിന്ന് ബിയിലേക്കുള്ള ദൂരം എത്രയാണ്? 600. അപ്പം എന്റെ ദൂരം, എയിന്ന് എയിലേക്കുള്ള ദൂരം 0. അപ്പോൾ എയിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm. ഓക്കെ. ഇനി എയിന്ന് സിയിലേക്കുള്ള ദൂരമോ? 600 + 600 എത്ര? 1200 mm. ഇനി അടുത്തത് എയിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? 1800 mm. എങ്ങനെ? 600 1800 mm. അപ്പോൾ നമുക്ക് എനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്. റെഫറൻസ് പ്ലെയിൻ. ഓക്കെ. അപ്പോഴത്തേക്കും ഇവിടെ എത്ര എഴുതണം? എയിന്ന് എയിലേക്കുള്ള ദൂരം, റെഫറൻസ് പ്ലെയിനിൽ നിന്ന് എയിലേക്കുള്ള ദൂരം 0. ഓക്കെ. ബി, എയിന്ന് റെഫറൻസ് പ്ലെയിനിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 600 mm. 600 mm ആണ്, മീറ്ററിലാക്കണം. അപ്പം 1, 2, 3 0.6. 0, 1, 2, 3. അപ്പം 1.2. 1800 ആണ്. അപ്പം 1.8. ഓക്കെ. എന്നിട്ട് ഇതും കൂടെ ഗുണിച്ച് ഇവിടെ എഴുതണം. അപ്പോൾ × 0 ചെയ്യുമ്പോൾ ഇത് 0. 1.25 × 0.6 × 1.25 0.75. 1 × 1.2 1 × 1.2 പിന്നെ 0.6 × 1.8 1.08. ഓക്കെ. അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? എപ്പോഴും ഈ പെട്ടി വരയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? ഫോഴ്സിൻ്റെ ഇത് ഇമ്പോർട്ടൻറ്റ്, കപ്പിളിൻ്റെ ഇത് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടയ്ക്കുള്ള ആംഗിൾ സെറ്റിംഗ് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വരച്ചത്. ഇപ്പം ഫോഴ്സിൻ്റെ അകത്ത് അൺനോൺ ഒരെണ്ണമുണ്ട്. നമുക്കിത് വെച്ച് ഫോഴ്സ് പോളിഗൺ വരയ്ക്കാം. പക്ഷേ ആംഗിൾ അറിയത്തില്ല. അപ്പം നമുക്ക് ഈ കിട്ടിയ കപ്പിൾ കൊണ്ട് നമ്മൾ ഇതിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കും. എങ്ങനെയാണെന്നറിയാമോ? ഓക്കെ. ഈ പേപ്പറിൽ തന്നെ ഞാൻ വരയ്ക്കാം. സ്പേസ് ഡയഗ്രാം ഇതിൽ തന്നെ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഓക്കെ. അപ്പം നമ്മൾ ആദ്യം നമ്മളെപ്പോഴും സ്പേസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഹോറിസോണ്ടൽ വരയ്ക്കും. വരച്ചിട്ട് ഇങ്ങനെ പോകും അല്ലേ? ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് എനെ കയറ്റി വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, 0 അല്ലേ വാല്യൂ. അപ്പം ബിനെ നമ്മൾ ഹോറിസോണ്ടലായിട്ട് വരയ്ക്കുന്നത്. അതായത് ഇങ്ങനെ എടുക്കുന്നതിനെ നമ്മൾ ബി ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ളതിന് ഇങ്ങനെ സി ആയിട്ടും ഇങ്ങനെ ഡി ആയിട്ടും എടുക്കുന്നു. അപ്പം മൊത്തം 3 എണ്ണം വരും. അതിനകത്ത് എന്റെ സംഭവം നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണ് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട്
ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ അടുത്ത് എഴുതും. അസ്യൂമിങ് പ്ലെയിൻ ബി ടു ബി ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് വിചാരിക്കുന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് 0.75 എടുത്തിട്ട് 0.75 വേണമെങ്കിൽ നമുക്ക് സ്കെയിൽ ചെയ്യാം. ഇവിടെ സ്കെയിൽ ചെയ്യുമ്പം വേണമെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഒരെണ്ണം 7.5 ആയിട്ടും വേണമെങ്കിൽ എടുക്കാം. ഇൻറ്റു 10.1 ഡിവൈഡല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചു നോക്കണം. ഈ കേസിൽ വേറൊരു കാര്യം പറയാവേ. അതായത് ഇവിടെ നമ്മൾ സ്കെയിൽ ചെയ്യാൻ പോവാം. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ നമ്മളെപ്പോഴും ഈ വാല്യൂവിനെ സ്കെയിലിൽ ഏതാണോ അതുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ 0.75 ഡിവൈഡഡ് ബൈ 0.1 കൊടുക്കണം. അപ്പം 7.5 ആയി. അപ്പം നമുക്ക് 7.5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കാം. ഇപ്പോൾ 1.2 ആണെങ്കിൽ 1.2 ഡിവൈഡഡ് ബൈ 0.1 ശരിയാവുന്നുണ്ടോ എന്ന് നോക്കണം. 1.2 12 കണ്ടോ. 1.08 എന്ന് പറയുമ്പോൾ 10.8 എന്ന് പറഞ്ഞ് വരും. അത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സ്കെയിൽ ഫിക്സ് ചെയ്യുക. അപ്പോൾ 0.1 എടുത്താൽ ഓക്കെ ആണ്. അതേസമയം വേണമെങ്കിൽ എനിക്ക് 0.2 എടുക്കാം. 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 1.2-ന് 6 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അപ്പം 0.75-നോ 3.75 എടുത്താൽ മതി. മറ്റേത് വലിയ നീട്ടി വരയ്ക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഇത്ര ഷോർട്ടായിട്ട് വരയ്ക്കുന്നത്. അപ്പം ഞാൻ 0.2 എടുത്താൽ പോരെ. ഇപ്പം 0.3 എടുത്ത് നോക്കിയാൽ കുറച്ചും കൂടെ ഷോർട്ടായിട്ട് കിട്ടും. 2.5 എടുത്താൽ മതി. 1.2 ആണെങ്കിലോ 4. എല്ലാം റൗണ്ടഡ് ഫിഗർ ആണല്ലോ. ഇപ്പോൾ 1.08 കൂടെ നോക്കാം എത്ര വരുന്നു. 1.08 കൂടെ 3.6. എന്നാൽ പിന്നെ 0.3 ഫിക്സ് ചെയ്യാം. ഒരുപാട് ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു നിങ്ങളുടെ ലോജിക്ക് വെച്ച് നോക്കുക ഏതെടുത്താൽ സിമ്പിളായിട്ട് ഷോർട്ടായിട്ട് തീർക്കാം. ഇപ്പം ഞാൻ 0.3 എടുത്തു. അപ്പം ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്കെയിൽ കൊടുത്തു. ഇത് ജസ്റ്റ് മറ്റേ ആംഗിൾ കണ്ടുപിടിക്കാനാണേ. സ്കെയിൽ കൊടുത്തു. കറണ്ട് പോയി. 1 സെൻറ്റിമീറ്റർ = 0.3 എത്ര കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനുശേഷം ഞാനിത് വരയ്ക്കാൻ പോവാം. അപ്പോൾ 0.75 ഡിവൈഡഡ് ബൈ 0.3 ആദ്യം നമ്മൾ ബി അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ എത്ര കിട്ടും? 2.5 എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ഒരു ലൈൻ വരയ്ക്കുക. എത്ര 2.5 എടുത്താണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ വരച്ചു 2.5 എടുത്ത് വരച്ചു. ഓക്കെ. ഇത് O, ഇത് B, ഇത് B. ഓക്കെ. ഇത് 2.5 എടുത്ത് വരച്ചു. ഇനി അടുത്തത് എന്തോന്ന് 1.2. അപ്പം 1.2 എത്രയാണ്? 4 സെൻറ്റിമീറ്റർ. എവിടെ? കോമ്പസ് എടുക്കുക. 4 സെൻറ്റിമീറ്റർ എടുക്കുക. വരച്ചു. ഓക്കെ. ഇനിയിപ്പോൾ 1.2 കഴിഞ്ഞില്ലേ. ഇനിയിപ്പോൾ 1.08. അത് എത്ര കിട്ടി? 3.6 കിട്ടി. അപ്പം 3.6 കൊണ്ടുവന്ന് വെച്ച് കോമ്പസിലെടുക്കുക. ഓക്കെ. 3.6 ശരി. അതിവിടെ വെച്ച് വരയ്ക്കുക. അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഇതിനെ B ആയിട്ട് എടുക്കണ്ട. ഇതിനെ നമുക്ക് അതിൻ്റെയൊക്കെ ഡാഷ് ആയിട്ട് എടുക്കാം. O ഡാഷ്, സ്മോൾ ലെറ്റർ B ഡാഷ്. ഓക്കെ. അപ്പോൾ ഈ B ഡാഷും നമ്മൾ C അല്ലേ എടുത്ത് വരച്ചത്. അപ്പോൾ ഇത് C ഡാഷ് ആയിട്ട് മാറും. ഇപ്പോൾ വരച്ചത് D ഡാഷ് 1.08 എടുത്ത് വരച്ചു. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനും കൂടെ ഇത് B ഡാഷാണ്, ഇത് C ഡാഷാണ്, ഇത് വന്നിട്ട് D ഡാഷാണ്. ഓക്കെ. കാണാമോ? ഓക്കെ. ഇത് B ഡാഷ്, ഇത് C ഡാഷ്, ഇത് D ഡാഷ്. ഓക്കെ. ഇനി ഇത് വെച്ച് നമുക്ക് സ്പേസ് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ എങ്ങനെ? നമ്മൾ ഇതിൻ്റെ അകത്ത് ബീനല്ലേ എടുത്തിരിക്കുന്നത് റോളറോടെ. ഇത്
ഇതിനെ നമ്മൾ എടുത്തു, സ്പേസ് ഡയഗ്രാമിന് ഇവിടെ കൊടുത്തു, സ്പേസ് ഡയഗ്രാം കൊടുത്തു. ഇത് നമ്മളിപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ഇതിങ്ങനെ ചെയ്തത്. എന്തോന്നാണ് കപ്പിൾ കണ്ടുപിടിച്ചത് വെച്ചിട്ട് നമ്മൾ ഇത് പിന്നെ 0.75, ഇത് 1.2, ഇത് 1.08 സ്കെയിൽ ചെയ്താണ് എടുത്തത്. എടുത്തതിന് ശേഷം നമ്മൾ അത് വെച്ച് ജസ്റ്റ് ഇങ്ങനെ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെ ആംഗിൾ കിട്ടും. O ഡാഷ് ഇതിനിപ്പോൾ B ഡാഷ് കൊടുത്തു, C ഡാഷ് കൊടുത്തു, D ഡാഷ് കൊടുത്തു. ഇതിന് ബി ഡാഷ് കൊടുത്തു, സി ഡാഷ് കൊടുത്തു, ഡി ഡാഷ് കൊടുത്തു. ഓക്കെ, അപ്പം ഇനിയിപ്പം കറസ്പോണ്ടിങ് സൈഡ്സ് എടുത്ത് വരയ്ക്കുക. ഇതിപ്പോൾ നമ്മൾ എടുത്തു, സ്കെയിൽ ചെയ്യേണ്ടതൊന്നുമില്ല. ഇവിടെ അല്ലേ പോയിന്റ് വെച്ച് ഇതിങ്ങനെ വരച്ചു. എന്നിട്ട് ഇതാണ് എന്തോന്ന് ബി, ഇത് നടക്കത്തെ ഇത് O. ഇങ്ങോട്ടല്ലേ, ഇതാണ് എന്തോന്ന് സി. ഇത് വന്നിട്ട് ഡി. അപ്പോൾ ഇത് നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ, ബിയും സിയും തമ്മിലുള്ളത് കിട്ടി, സിയും ഡിയും തമ്മിലുള്ളത് കിട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ എനെ കൊണ്ടുവന്ന് വെക്കുന്നത്. എന്റെ മാസം നമുക്ക് അറിയത്തില്ല, ആംഗിളും അറിയത്തില്ല, റേഡിയസ് വന്നിട്ടുണ്ട്, പഴയതുപോലെ ആയില്ലേ. ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യാം, സ്പേസ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എന്തോന്ന് വരയ്ക്കാം. ഇതിപ്പോൾ വരയ്ക്കത്തില്ലേ, ബിൻ്റെ സംഭവം അറിയാം, സിൻ്റെ സംഭവം അറിയാം, ഡീൻ്റെ സംഭവം അറിയാം. കയറ്റി വെച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്കും മിച്ചം കിട്ടത്തില്ലേ, അതാണ് എന്തോന്ന് ഇത്, റേഡിയസ് അറിയാം. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മാസ് കിട്ടും, ആംഗിള് ആ മിച്ചം വരുന്നതിന് എടുത്താൽ മതി. ഓക്കെ, പെട്ടെന്ന് ചെയ്യാം. ശരി, അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ എന്തോന്നാണ് വരയ്ക്കുന്നത്, ഈ ബോക്സ്. ഇപ്പം ഇത് വെച്ച് നമ്മൾ എന്തോന്ന് കണ്ടുപിടിച്ചു, ആംഗുലാർ സെറ്റിങ് കണ്ടുപിടിച്ചു. ആംഗുലാർ സെറ്റിങ് നമ്മൾ കണ്ടുപിടിച്ചു, ആംഗുലാർ സെറ്റിങ് ഇത് വെച്ച് കണ്ടുപിടിച്ചു, സ്പേസ് ഡയഗ്രാം വരച്ചു. ഈ സത്യം പറഞ്ഞ സ്പേസ് ഡയഗ്രാം എന്ന് പറഞ്ഞ സാധനം എല്ലാം ഒരു പേപ്പറിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ ആണ്. ഇപ്പോൾ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് തന്നെ വെച്ച് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്ന പോലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ആദ്യം എന്തോന്ന് ഫോഴ്സ് പോളിഗൺ പേര് കൊടുത്തു, ഫോഴ്സ് പോളിഗൺ എന്ന് പേര് കൊടുത്തു. ഫോഴ്സ് പോളിഗൺ എന്തോന്ന് ചെയ്യണം, സ്കെയിൽ ചെയ്യണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു എത്ര കൊടുക്കണം, 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 1.25 ആണ്, 1 ആണ്, 0.6 ആണ്. അപ്പോഴത്തേക്കൊന്ന് ഓർക്കുക, 1.25 എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര മൈന്യൂട്ട്, ഇത് ചെറിയ ഇതായി പോകും. അപ്പം 1.25 നമ്മൾ ഡിവൈഡ് അല്ലേ ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 10 ചെയ്ത അല്ല 0.1 ചെയ്ത 0.1 ചെയ്ത എത്ര വരും, 12.5 എന്ന് പറഞ്ഞ് വരും. അത് ഭയങ്കര വലുതായിപ്പോൾ. അപ്പം 0.2 എടുത്ത് നോക്കിയാലോ 6.25 എന്നായി. ഇപ്പോൾ 0.3 എടുത്ത് നോക്കിയാലോ 4.166 എന്ന് പറഞ്ഞ് വരുന്നു. 0.2 തന്നെ എടുക്കുക, 5. മറ്റേത് 0.6 എടുത്ത് നോക്കാം, 3. അപ്പോൾ ഓക്കെ, ഇത് ഫിക്സ് ചെയ്യാം 0.2. അപ്പോൾ എന്തോന്നാണ് 1 സെൻറ്റിമീറ്റർ ഇസിക്കൽ ടു 0.2 എന്തരാണ്, കിലോഗ്രാം മീറ്റർ. ഫോഴ്സിൻ്റെ അല്ലേ, കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് എടുത്തു. ഇനിയിപ്പോൾ എന്തോന്നാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് കാണാമല്ലോ അല്ലേ, ഇത് കാണാമല്ലോ. ഓക്കെ, കാണാം. ഓക്കെ 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 ഓക്കെ. ഇനിയിപ്പം നമ്മൾ ഓരോന്നിനെ എടുത്ത് ഡിവൈഡ് ചെയ്ത് വരയ്ക്കണം. ശരി, ഇപ്പം ആദ്യം എന്തോന്നാണ് എടുക്കേണ്ടത്, ഫസ്റ്റ് വാല്യൂ ഇതിപ്പോൾ എടുക്കേണ്ടത്. ഇത് വന്നിട്ട് അൺനോൺ അല്ലേ, ബി എടുക്കുക. ബി എന്ന് പറയുമ്പോൾ ഇത് ബീന് എത്രയാണ് 1.25. അപ്പം 1.25 ഡിവൈഡഡ് ബൈ സ്കെയിൽ 0.2 എത്ര വരും, 6.25. അപ്പോൾ 6.25 എടുത്ത് നമ്മൾ പറഞ്ഞാൽ പാരലൽ വരയ്ക്കണം. ഞാനിപ്പോൾ ഇതിന് ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വരയ്ക്കാവേ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണ്ടല്ലോ, ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് വരയ്ക്കാം. നിങ്ങളപ്പം പേപ്പർ ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. സൂപ്പർ. ഇവിടെ നിന്ന് എടുക്കാം, സെൻറ്ററിൽ നിന്ന് എടുക്കാം. അപ്പോൾ 1, 2, 3, 4, 5, 6, 6.2, 2നും 3നും ഇടയ്ക്ക് 6.25 എടുത്തു. സൂപ്പർ.
അപ്പോഴത്തേക്കും നടുക്കത്തേനെ O എന്ന് പറഞ്ഞെടുത്തു. ഇപ്പുറത്തേനെ എന്തോന്നാണ് FCB. ആരും എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. സ്പേസ് ഡയഗ്രത്തിൽ ഇതിടാൻ വിട്ടുപോയുണ്ടോ? അപ്പോൾ ബിയിലേക്ക്. ഇനിയിപ്പം അടുത്ത എന്തോന്നാണ്? സി എന്ന് പറയുന്നത് 1. സി എന്ന് പറയുമ്പോൾ ഇത്. അപ്പം ഇതിനിങ്ങനെ എടുക്കുക. ഓക്കെ, ഇതിനിങ്ങനെ എടുക്കുക, പാരലിൽ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. മണ്ടക്കോട്ടാണോ താഴോട്ടാണോ? മണ്ടക്കോട്ട്. അപ്പം എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ എത്ര ചെയ്യണം? സ്കെയിൽ എത്രയാണ്? 0.2. എത്ര ചെയ്യുമ്പം 5. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അപ്പോൾ 1, 2, 3, 4, 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. അത് ഇങ്ങോട്ട് ഇതാണ് എന്തോന്ന്? FCC. ഇനിയിപ്പോൾ അടുത്ത് തന്നെ ഉള്ള D 0.6. D അങ്ങോട്ടാ? താഴോട്ട്. അപ്പോൾ ഇതിനിങ്ങനെ എടുക്കുക. ഇതിനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരിക. ഇങ്ങനെ വരിക. എത്രയാണ്? 0.6. അപ്പം 0.6 കാണാം. 0.6 ഡിവൈഡഡ് ബൈ 0.2. അപ്പം 3 സെൻറ്റിമീറ്റർ. അപ്പം 1, 2, 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് എൻഡായ പോയിന്റ്. ഇതാണ് എന്തോന്ന്? FCD. ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ കറക്റ്റായിട്ട് വരും. നിങ്ങൾ പ്രോപ്പറായിട്ട് സ്പേസ് ഡയഗ്രാം ഇവിടെ ആണെങ്കിൽ ഇവിടെ നേരത്തെ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. ഞാൻ 2 പേജ് ആയതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യം? കഴിഞ്ഞ കണക്കിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ശരി. അപ്പം FCB, FCC, FCD. ഇനിയിപ്പോൾ അടുത്ത് ഈ മിച്ചം വന്ന ഈ പോയിന്റ് കണ്ടോ? ഇതിനെ നമ്മൾ ജോയിൻ ചെയ്യിക്കണം. ഈ ജോയിൻ ചെയ്യുന്ന സംഭവമാണ് എന്തോന്ന്? ഇതിൻ്റെ അകത്ത് അണ്ണോണായിട്ടുള്ള 0.1 MA. 0.1 MA എന്നുള്ളതാണ് എന്തോന്ന്? ഈ സാധനം. അപ്പം ഇനി എന്തോന്നാണ്? അതായത് FCX ആണിത്, FCA ആണിത്. FCA ഇതിപ്പോൾ എത്ര വരും എന്ന് പറഞ്ഞ് നമ്മൾ അളക്കണം. എത്ര വരുന്നു? 2.55 എന്ന് എടുക്കുവാൻ. അപ്പം ഇതിനെ ഞാനിപ്പം ഒരു 2.55 എന്ന് പറഞ്ഞ് എടുക്കുക. 2.55 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണ്ടേ? അപ്പോഴത്തേക്ക് എത്രയാണ്? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അല്ല, അതിന് ഇൻറ്റു 0.2. സോറി, 2.55നെ ഞാൻ ഇൻറ്റു 0.2 ചെയ്തു. അപ്പോഴത്തേക്ക് എത്ര കിട്ടി? 2.55 ഇൻറ്റു 0.2 എന്ന് പറയുമ്പം 0.51 എന്ന് പറഞ്ഞ് വരും. 0.51 എന്തോന്നാണ്? കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് വരും. ഫോഴ്സ് 0.51 കിലോഗ്രാം മീറ്റർ എന്ന് പറഞ്ഞ് വരും. അപ്പം 0.1 MA = 0.51. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് MA എന്തോന്നാണ്? 0.51 ഡിവൈഡഡ് ബൈ 0.1. 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് കിട്ടി. 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം നമ്മൾ എന്തോന്ന് ചെയ്യണം? ഇതിനെ ഇതിനകത്തൊരു കാര്യം വിട്ടുപോയായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആരോ ഉണ്ട്. അപ്പം നമ്മളിതിനെ പാരലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ വെക്കുന്നു. മണ്ടക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ടാണ് വരയ്ക്കേണ്ടത്. താഴോട്ട് വരച്ചു. ഇത് എത്രയാണ്? ഇതാണ് എന്തോന്ന്? എ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ. അപ്പോൾ നമുക്ക് മാസ് കിട്ടി. ഇതിൻ്റെ ഇപ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഇതിപ്പം ഇവിടെ നിന്നാണ് ആൻറ്റി ക്ലോക്ക് വൈസ് എങ്കിൽ നമ്മളിങ്ങനെ എടുക്കുക. ഇതിനിങ്ങനെ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? ഏതാണ്ടൊരു 150 കിട്ടുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 148 കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 148. അപ്പം തീറ്റ എ എന്ന് പറയുന്നത് എന്തോന്നാണ്? 360 മൈനസ് 148. അപ്പം = 360 മൈനസ് 148 = 212 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും.
നിങ്ങൾ കറക്റ്റായിട്ട് ഇത് ചെയ്യാൻ നേരത്തെ ഈ വാല്യൂസ് വ്യത്യാസം വരും. ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കുറച്ച് റഫായിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ. ഇനിയിപ്പം ഇത് എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ എഴുതേണ്ടത്? എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ എഴുതേണ്ടത്? ഫിനിഷിങ്ങിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്തോന്നാണ് കാണാമോ? ഫൈൻഡ് ദ റിക്വയർഡ് മാസ് എ ആൻഡ് ദ റിലേറ്റീവ് ആംഗുലർ സെറ്റിംഗ് ഓഫ് ദ 4 masses സോ ദാറ്റ് ദ ഷാഫ്റ്റ് ഷാൽ ബി ഇൻ കംപ്ലീറ്റ് ബാലൻസ്. അങ്ങനെ പറഞ്ഞാൽ അവർ ഓരോന്നും തമ്മിലുള്ള ഇത് എഴുതാൻ പറഞ്ഞിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിനെ സ്പേസ് ഡയഗ്രാം കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതെത്ര, ഇത് 120 ഡിഗ്രി, അപ്പം ഇത് 120 ഡിഗ്രി. ഓക്കെ, ഇത് 120 ഡിഗ്രി. അതിനുശേഷം ഇതെത്ര, ഞാനെന്ന് പറയുന്നത് ഏതാണ്ട് 90 ഡിഗ്രി വരും. അപ്പോൾ 90 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. ഇത് 90 ഡിഗ്രി. അതിനുശേഷം ഇതെടുക്കുക. ഇതെത്ര വരും? 50 ഡിഗ്രി. ഇതൊരു 50 ഡിഗ്രി വരും. അതിൻ്റെ മിച്ചം തിരിച്ച് ഇത് എത്ര ബാലൻസ് ചെയ്ത് വരുന്നത് എത്രയാണ്? അത് 100 ഡിഗ്രി എന്ന് പറഞ്ഞ് ജസ്റ്റ് നമ്മൾ സ്പേസ് ഡയഗ്രത്തിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്തിവിടെ എഴുതണം. എന്തെന്ന് പറഞ്ഞ് എഴുതാം? ദ മാഗ്നിറ്റ്യൂഡ് കാണാമോ? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് എ എന്ന് പറയുന്നത് എന്തോന്നാണ് നമുക്ക് കിട്ടിയത്? 5.1 കിലോഗ്രാം എന്ന് പറഞ്ഞു കൊടുത്ത് ഡബ്ലാഷ് കൊടുക്കുക. അതിനുശേഷം ഫൈൻഡ് ദ റിക്വയർഡ് മാസ് എ ആൻഡ് റിലേറ്റീവ് ആംഗുലർ സെറ്റിംഗ് ഓഫ് ദ 4 masses. ഓരോന്നിനും തമ്മിലുള്ള 4 massesൽ ഇത് ചോദിച്ചിരിക്കും. അപ്പോഴത്തേക്കും അസ്യൂമിങ് ബി അസ് horizontal plane measuring in counterclockwise direction, B to C 120 degree, C to A 90 degree, A to D 50 degree and remaining D to B is equal to 100 degree എന്ന് പറഞ്ഞ് ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അത്രേ ഉള്ളൂ. അവിടെ കണക്ക് കഴിഞ്ഞല്ലോ, അത്രേ ഉള്ളൂ. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 5th മോഡലിൽ 4 ക്വസ്റ്റ്യൻ്റെ അകത്ത് 4 ക്വസ്റ്റ്യനും നോക്കിക്കൊണ്ട് പോയാൽ തന്നെ മതി. നമുക്ക് ഏത് ക്വസ്റ്റ്യൻ 5th മോഡലിൽ നിന്ന് ചോദിച്ചാലും നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാനും പറ്റും. അപ്പം 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഓക്കെ, ശരി. അപ്പം എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ക്യാരീസ് 4 masses A, B, C and D which are radially attached to it. ഒരു ഷാഫ്റ്റിൻ്റെ അകത്ത് 4 പ്ലെയിൻ. ഓക്കെ, ഏതൊക്കെയാണ്? A, B, C and D. Okay, which are radially attached to it. The mass centers are 30 mm, 38 mm, 40 mm and 35 mm respectively. അതായത് റേഡിയസ് ആണ് 30 mm, 38 mm, 40 mm, പിന്നെ 35 mm. ഓക്കെ, ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഓക്കെ, റേഡിയസ്. പിന്നെ the masses A, C and D are 7.5 kilogram, 5 kilogram, 4 kilogram respectively, ക്രമമായി ACD. Okay, the axial distance between the planes of rotation of A and B is 400 mm. എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആക്സിയൽ ഡിസ്റ്റൻസ് 400 mm. B ആൻഡ് C എന്ന് പറയുന്നത് 500 mm. സിയും ഡിയും തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. The masses A and C are at right angles to each other. അതായത് നമ്മൾ എയിനെ ഹോറിസോണ്ടലായിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ എയും സിയും വന്നിട്ട് ഇങ്ങനെ ഇരിക്കും, 90 ഡിഗ്രി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് A, C. ഓക്കെ, അത് സ്പേസ് ഡയഗ്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിൻ്റെ ആംഗിൾ മാത്രമാണ് ഇവർ തന്നിരിക്കുന്നത്.
അപ്പോൾ ഇവരെന്താ ചോദിച്ചിരിക്കുന്നത്? കംപ്ലീറ്റ് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് ആംഗിൾസ് ബിറ്റ്വീൻ മാസസ് ബി ആൻഡ് ഡി, അതായത് എയിന്ന് മെഷർ ചെയ്യുമ്പോൾ ബിയും ഡിയിലേക്കുള്ള ആംഗിൾ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ബി വരും, എവിടെയോ ബി വരും, എവിടെയോ ഡിയും വരും. അപ്പോൾ ഇത് എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് എ എന്നുള്ള അതിൻ്റെ ആംഗിളാണ് അവർ ചോദിച്ചിരിക്കുന്നത്. എ എന്നുള്ള ആംഗിൾ ഫ്രം മാസ് എ എന്ന് പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ദ ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് സി ആൻഡ് ഡി, അതായത് സിയും ഡിയും ഇല്ലേ, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കിവിടെ എക്സ് ആയിട്ട് എടുത്തു. ഇവിടെ ഡിസ്റ്റൻസ് ഇല്ലേ, അതിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അതുപോലെ തന്നെ ഇവിടെ എവിടെയോ ഇതിൻ്റെ തീറ്റ വരും, അതായത് തീറ്റ ഓഫ് ബി, തീറ്റ ബിയും തീറ്റ ഡിയും ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫ്രം എയിന്ന് തീറ്റ ബിയും എയിന്ന് തീറ്റ ഡി. ഓക്കെ, ഇനിയിപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് ബി, അതായത് ഈ ബി എന്ന് പറഞ്ഞ പ്ലെയിനിൻ്റെ മാസാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ 3 ചോദ്യം. എക്സ് മാസ്, ബീൻ്റെ മാസ്, പിന്നെ തീറ്റ ബിൻ്റെയും ഡിൻ്റെയും പ്ലെയിനിൻ്റെ എയ്ക്ക് റെസ്പെക്റ്റീവായിട്ടുള്ള തീറ്റ ആംഗിളുമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഫ്രെയിം കറക്റ്റായോ? ഓക്കെ, ഇപ്പം നമുക്ക് ആദ്യം ബോക്സ് വരയ്ക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പ്ലെയിൻസ് വരച്ചു, പിന്നെ മാസ് കിലോഗ്രാം, പിന്നെ റേഡിയസ് എന്തോന്ന് മീറ്റർ, പിന്നെ Fc/ω², അതാണ് എന്തോന്ന് കിലോഗ്രാം മീറ്റർ. ഓക്കെ, പിന്നെ ലെങ്ത്ത്. അപ്പോൾ ഇതിനെ നമ്മൾ മറ്റേ രീതിക്കും കൂടെ ഇവിടെ വരയ്ക്കണം. ഓക്കെ, മീറ്റർ. പിന്നെ കപ്പിൾ എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് എടുത്തു. ഓക്കെ, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വരച്ചോളൂ എക്സാമിന്. ഇങ്ങനെ എടുത്തു. ഇനിയിപ്പം മറ്റൊരു ബോക്സ് ലെങ്ത്ത് വരയ്ക്കാൻ വേണ്ടി പറയാം. ശരി, പ്ലെയിൻസ് ഏതൊക്കെയാ? എ, ബി, സി ആൻഡ് ഡി. ഇതിൻ്റെ മാസ് 7.5 കിലോഗ്രാമാണ്. ബീൻ്റെ തന്നിട്ടില്ല, എന്തോന്ന് എഴുതണം? MB എന്ന് എടുത്തു, 5, പിന്നെ 4. ഓക്കെ, ഇനി റേഡിയസോ 30 mm തന്നിരിക്കുന്നത്. 30 mm, അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. 1, 2, 3, അപ്പം 0.03 എന്ന് പറഞ്ഞ് വരും. അപ്പം 0.03 മീറ്റർ. ഇത് 0.038, ഇത് 0.04, ഇത് 0.035. ഓക്കെ, ഇനിയിപ്പോൾ ഇതും കൂടെ ഗുണിച്ചെഴുതുക. അപ്പോൾ എത്ര? 7.5 × 0.03, 0.225. ഇത് 0.038 × MB, പിന്നെ 5 × 0.04, 0.2, 0.035 × 4, അപ്പം 0.14 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എഴുതാൻ നേരത്തെ നമ്മൾ റെഫറൻസ് പ്ലെയിനിനെ കറസ്പോണ്ടിങ് ആയിട്ടല്ലേ എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് റെഫറൻസ് പ്ലെയിൻ നമ്മൾ ഡിസൈഡ് ചെയ്യണ്ടേ? ഇതിനകത്ത് ഏതാണ് റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കുന്നത്? ഏതാണോ അൺനോണ് അതിനെയാണ് നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടത്. ഇതിനകത്ത് ബി മാത്രമേ ഇതിനകത്ത് അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റെഫറൻസ് പ്ലെയിൻ ആയിട്ട് എടുക്കേണ്ടത് ബീനെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസ് പ്ലെയിൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ലെങ്ത് എഴുതാൻ നേരത്തെ എല്ലാം റെഫറൻസ് പ്ലെയിൻ്റെ അടിസ്ഥാനമായിട്ടല്ലേ എഴുതേണ്ടത്. അപ്പം നമ്മൾ ഇതിങ്ങനെ എടുക്കണ്ടേ? അതായത് ഈ ഒരു രീതിയിൽ വരയ്ക്കണ്ടേ? അതായത് ഇങ്ങനെ നമ്മൾ വരച്ചു. ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണ്, ഇത് ഡി ആണ്. കാണാമോ? ഓക്കെ, അപ്പം ഇത് 0. റെഫറൻസ് പ്ലെയിൻ്റെ ഇത് 0. റെഫറൻസ് പ്ലെയിൻ്റെ ഇത് 0 എന്ന് പറയുമ്പോൾ ഇത് 0. ഇതിൻ്റെ ലെങ്ത്ത് എയും ബിയും തമ്മിലുള്ള ദൂരം 400. അപ്പം -400 mm ആണ് ബിന്ന് എയിലോട്ടുള്ള ദൂരം. ഇനി ബിന്ന് സിയിലോട്ടുള്ള ദൂരമോ എത്ര വരും? 500 mm. ഇനി ബിന്ന് ഡിയിലേക്കുള്ള ദൂരമോ, ഇത് എക്സ് ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്, അപ്പം 500 + x എന്ന് പറഞ്ഞ് വരും. MM-ലാണ് 500 mm + x എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കത് ഇതിനകത്തേക്ക് എഴുതാം. അപ്പം എ റെഫറൻസ് പ്ലെയിനിന് എയിലേക്കുള്ളത് -400. അപ്പം ഡിവൈഡഡ് ബൈ 1000 ചെയ്യുമ്പോൾ മീറ്ററിലേക്ക് എഴുതാൻ നേരത്ത് -0.4 എന്ന് പറഞ്ഞ് വരും.
പിന്നെ ബിൻ്റെ 0 തന്നെ. സിൻ്റെയോ? സിൻ്റെ എന്ന് പറയുമ്പോൾ ബിന്ന് സിയിലേക്കുള്ളത് 500. അപ്പോൾ 0.5. ഇത് താഴത്തതോ 0.5 + x. ശരിയല്ലേ? ഇനിയിപ്പോൾ ഇതും കൂടെ ഗുണിച്ച് ഇത് എഴുതുക. അപ്പം 0.225 × 0.4 = 0.09 മൈനസ് -0.09. ഇത് 0 തന്നെ, 0 ആയിട്ട് കുടിക്കുമ്പോൾ 0 തന്നെ. ഇത് വന്നിട്ട് 0.2 × 0.5 എത്ര? 0.1. ഇനിയിപ്പോൾ ഇതോ 0.14 × 0.5 + x എന്ന് പറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഇതും കിട്ടി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കപ്പിൾ വരയ്ക്കത്തില്ലേ? ഇതിൻ്റെ തണ്ണോണായിട്ട് കിടക്കുന്ന ഈ ഒരു സാധനമാണ്. കപ്പിൾ വരയ്ക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുമല്ലോ. ശരി, ഇനിയിപ്പോൾ കപ്പിൾ വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് ഡയഗ്രാം വേണ്ടേ? ഇപ്പോൾ ഇവിടെ റഫായിട്ടൊരു സ്പേസ് ഡയഗ്രാം ആംഗിൾ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ സ്പേസ് ഡയഗ്രാം കാണാവോ? ഓക്കെ, സ്പേസ് ഡയഗ്രാം വരയ്ക്കാൻ നേരത്ത് ആദ്യം എന്തോന്ന് എഴുതണം? അസ്യൂമിങ് പ്ലെയിൻ എ അസ് ഹോറിസോണ്ടൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുക. അതിനുശേഷം ഹോറിസോണ്ടലി ഒരു ലൈൻ ചെറുതായിട്ട് കൊടുക്കുക. കൊടുത്തു. ഇവിടെ ഡോട്ട് വെച്ച് ഇതിനെ O ആയിട്ട് എടുത്തു, ഇതിനെ ഏതായിട്ട് എടുത്തു? A ആയിട്ട് എടുത്തു. അറ്റത്തെ വേർഡ്സ് ആണ് ഫോഴ്സ്. ഇനിയിപ്പം ഇവിടെ നിന്ന് 90 ഡിഗ്രി എടുക്കുക. 90 ഡിഗ്രി എന്നല്ലേ പറഞ്ഞിരിക്കുന്നവര്? 90 ഡിഗ്രി എടുത്ത് 90 ഡിഗ്രി മാർക്ക് ചെയ്ത് Oയിന്ന് 90 ഡിഗ്രി വരയ്ക്കുക. ഇതാണ് എന്തോന്ന്? സി. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി സ്പേസ് ഡയഗ്രാം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കത്തില്ലേ? അപ്പം ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? കപ്പിൾ പോളിഗൺ വരയ്ക്കാം. അപ്പം കപ്പിൾ പോളിഗൺ ഇത് നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങൾക്ക് അറിയാവുന്നതിനെ നിങ്ങൾ ജസ്റ്റ് ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ബോക്സ് വരച്ച് ബോക്സിനകത്ത് കിട്ടിയതിന് ശേഷം ഒരു പേജ് ഫ്രഷ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കായിട്ട് സ്പേസ് ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ പറ്റും, അതിൻ്റെ തൊട്ട് താഴെ ഫോൾസ് പോളിഗൺ വരയ്ക്കാൻ പറ്റും, അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ബാക്കി മെഷർമെൻറ്റ്സും കാര്യങ്ങളും എഴുതാൻ പറ്റും. ഇത് എല്ലാം എടുത്ത് എഴുതാനും ബാക്കി എല്ലാത്തിനും വേണ്ടിയിട്ടാണ് എല്ലാത്തിനും ഒരു പേജിൻ്റെ അകത്ത് ഒതുക്കിയത്. അപ്പോൾ കഴിഞ്ഞ കണക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റും, നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പം ഒരു ഇഷ്യൂ ആയിരിക്കത്തില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ നോക്കി മനസ്സിലാക്കി വരച്ചിരുന്നാൽ മതി. കപ്പിൾ പോളിഗണിന് സ്കെയിൽ വേണ്ടേ? സ്കെയിൽ വേണം. അപ്പോൾ കപ്പിൾ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ 0.09 0.1 അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ സ്കെയിൽ ചെയ്യണം. അപ്പം ഞാൻ എടുത്തു 0.09 ഡിവൈഡഡ് ബൈ 0.1 ചെയ്ത് നോക്കി. അപ്പം 0.1 ചെയ്തപ്പോൾ എനിക്ക് 0.9 ആണ് കിട്ടുന്നത്. അപ്പം 0.2 ചെയ്ത് നോക്കാം. 0.2 അപ്പോൾ അതും ശരിയാവത്തില്ല. അപ്പം 0.01 ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് 9 കിട്ടുന്നുണ്ട്. 9 അത് വലിയൊരു മെഷർമെൻ്റ് ആയി പോകില്ലേ? അപ്പം 9 വിട്ടിട്ട് ഞാൻ ഒരു 2 ചെയ്ത് നോക്കാം. 0.02 ചെയ്ത് നോക്കാം. അപ്പോൾ 4.5. 4.5 ഓക്കെ. ഇനിയിപ്പോൾ അടുത്തത് 0.1 ഇട്ട് നോക്കാം. 0.1 എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. അപ്പോൾ 4.5ഉം 5ഉം ഏതാണ്ട് ഓക്കെ അല്ലേ? അപ്പം 0.02 തന്നെ നമുക്ക് സ്കെയിൽ സെറ്റ് ചെയ്യാം. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 0.2 കപ്പിളല്ലേ? അപ്പോൾ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്കെയിൽ സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഓരോ വാല്യൂസിനെ എടുക്കുക, ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുക, വരയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പോയിന്റ് സെറ്റ് ചെയ്തു. കപ്പിൾ പോളിഗൺ വരയ്ക്കാൻ വേണ്ടി ഒരു പോയിന്റ് സെറ്റ് ചെയ്തിട്ട് സ്പേസ് ഡയഗ്രാം ഓയും എയും കറക്റ്റായിട്ട് വെച്ചു. ഓക്കെ, ഓയും എയും കറക്റ്റായിട്ട് വെച്ചു. എന്നിട്ട് താഴേക്ക് വന്നു. ഇത് മൈനസ് അല്ലേ? മൈനസ് എന്ന് പറയുമ്പം ഏത് ഡയറക്ഷനാണ്? ഇങ്ങോട്ടേക്കല്ലേ പോകേണ്ടത്? അപ്പം 0.09 സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 0.09 സ്കെയിൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4.5 എന്ന് പറഞ്ഞ് വരും. അപ്പം ഇവിടെ നിന്ന് 4.5 എടുക്കണം. വരുമോ നോക്കട്ടെ. 4.5 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വെക്കുകയാണെങ്കിൽ ശരി. അപ്പം ഞാൻ ഈ പോയിന്റ് ഇവിടെ എടുത്തതിന് ഞാൻ ഇവിടെ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പം ഇത്
ഇതാണ് ഞാനെടുത്ത പോയിന്റ്. പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4.5. അപ്പം ഇത് ഞാൻ O എന്ന് പറഞ്ഞ് കൊടുത്തു. ഇതാണ് എന്തോന്ന് CCA വരച്ചത് CCA. ഇനിയിപ്പോൾ അടുത്ത് ഇവിടെ നിന്ന് അടുത്ത വരയ്ക്കണം. അടുത്ത എന്താണ് C എന്ന് പറയുന്നത് 90 ഡിഗ്രി. അപ്പോൾ ഇതിന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇതിനിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർ ഇത് ചെയ്തിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇതാണ് കുഴപ്പം. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നോക്കി സെറ്റായിട്ട് വരച്ചാൽ മതി. ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് 90 ഡിഗ്രി കൊടുത്താലും മതി. നിങ്ങൾക്ക് ഐഡിയ കിട്ടില്ല അങ്ങനെ വരയ്ക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ നേരത്ത് നിങ്ങളുടെ പെർഫെക്ഷനിൽ നിങ്ങൾ വരച്ചിരുന്നാൽ മതി. അപ്പം പോയിന്റ് 1. അപ്പോൾ പോയിന്റ് 1 ഡിവൈഡ് ബൈ പോയിന്റ് 2 എത്ര വരും? 5 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ മണ്ടയ്ക്കോട്ട് വരയ്ക്കേണ്ടത് മുകളിലോട്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ എടുക്കുക, വെക്കുക, പോയിന്റ് ചെയ്യുക, വരയ്ക്കുക. ഓക്കെ, ഇതിൻ്റെ ആരെ മണ്ടയ്ക്കോട്ട്. ഇതെന്തുവാണ്? CC. ഏതാണ്? C ആണിത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം അവസാനിച്ച പോയിന്റും തുടങ്ങിയ പോയിന്റും തമ്മിൽ എന്ത് ചെയ്യുക? ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇതാണ് അൺനോൺ ആയിട്ടുള്ള എന്ത്? ഇതിൻ്റെ ആരും ഇങ്ങോട്ടാണ്. അപ്പം ഇതിനെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് പാരൽ എടുത്ത് സ്പേസ് ഡയഗ്രാമിലേക്ക് വരച്ചേക്കാം. ആ ജോലി അവിടെ കഴിയും. അതിനുശേഷം ബാക്കി കണക്ക് ചെയ്യാൻ നോക്കാം. ഇത് ഫ്രെയിം കിട്ടുന്നുണ്ടോ? ഓക്കെ, രണ്ടും കൂടെ നോക്കുന്നതുകൊണ്ട് ചെറിയൊരു പനിക്കോട് വരുന്നുണ്ട്. ഇങ്ങനെ ഇതെന്തുവാ കിട്ടിയിരിക്കുന്നത്? ഈ സംഭവമല്ലേ D എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ആംഗിളല്ലേ കിട്ടിയിരിക്കുന്നത്? D. അപ്പം ഇത് എടുത്ത് എഴുതാം. സോറി, 0.14 ഇൻറ്റു 0.5 പ്ലസ് എക്സ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഈ വാല്യൂ. ഇതിപ്പോൾ നമുക്ക് എത്ര കിട്ടിയെന്ന് അളക്കാം നേരത്ത് എത്ര കിട്ടി? 6.65 എന്ന് പറഞ്ഞ് കിട്ടിയെന്ന് എടുക്കുക. ഞാൻ 6.65 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞാനിതിന് എന്തോന്ന് ചെയ്യണം? സ്കെയിലിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഇൻറ്റു. അപ്പോൾ ഈ 0.02 ചെയ്യുമ്പോൾ എത്ര വരും? 6.65 ഇൻറ്റു 0.02 ചെയ്യുമ്പോൾ 0.133 എന്ന് പറഞ്ഞ് വരും. 0.133 എന്ന് പറഞ്ഞ് വരും. അപ്പം അതിൻ്റെ അർത്ഥം 0.14 ഇൻറ്റു 0.5 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 0.133 ആണെന്ന് പറഞ്ഞ് വരും. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. ഇത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കാൽക്കുലേറ്ററിൽ അടിച്ചും ചെയ്യാം. കാൽക്കുലേറ്ററിൽ അടിക്കാൻ അറിയാമോ? 0.14 ഇൻറ്റു ബ്രാക്കറ്റ് അടിക്കുക, 0.5 പ്ലസ് ആൽഫ നെക്കിക്കൊണ്ട് ഈ എക്സ് എടുക്കുക, പിന്നെ ബ്രാക്കറ്റ് കൊടുക്കുക, പിന്നെ ആൽഫ നെക്കിക്കൊണ്ട് ഈക്വൽ ടു കൊടുക്കുക, പിന്നെ 0.133 കൊടുക്കുക, ഷിഫ്റ്റ് നിൽക്കുക, സോൾവ് നിൽക്കുക, എന്നിട്ട് 0 കൊടുത്തിട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് എത്ര കിട്ടി? 0.45 എന്ന് പറഞ്ഞ് കിട്ടി. ഇതിൻ്റെ യൂണിറ്റ് എന്നാ? മീറ്റർ. കാരണം നമ്മളെല്ലാം മീറ്ററിലാക്കിയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെത് മീറ്റർ. എക്സ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായില്ലേ? ഇതാണ് എക്സ്, ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 0.45 മീറ്റർ ആണ്. മില്ലിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 1, 2, 3. അപ്പോൾ 450 mm എന്ന് പറഞ്ഞ് വരും. 450 mm എന്ന് പറഞ്ഞ് വരും. അപ്പം നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് കിട്ടി. ചോദ്യം ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലെയിൻസ് ഓഫ് C and D എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മളത് എഴുതുക. ആക്സിയൽ ഡിസ്റ്റൻസ് ഇത് എഴുതുക. ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് C and D എന്ന് പറയുന്നത് x = 0.45 മീറ്റർ എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കപ്പിൾ പോളിഗൺ വരച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്ന് വരയ്ക്കാം? ഒരു മിനിറ്റ്. കപ്പിൾ പോളിഗൺ വരച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് എന്തോന്നാണ് വരയ്ക്കേണ്ടത്? ഫോഴ്സ് പോളിഗൺ. അപ്പോൾ ഫോഴ്സ് വരയ്ക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫോഴ്സ് പോളിഗൺ എഴുതുക. ഫോഴ്സ് പോളിഗൺ. ഓക്കെ, സ്കെയിൽ ചെയ്യണ്ടേ? സ്കെയിൽ എത്ര വെച്ചോ? 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും?
0.225 ഡിവൈഡഡ് ബൈ 0.1 ചെയ്താൽ ഓക്കെ ആണോ? 2.25 വരുന്നത് ആ വാല്യൂ ഓക്കെ ആണ്. ഇനിയിപ്പോൾ 0.2 എടുത്ത് നോക്കിയാലോ? 0.2 എടുത്ത് നോക്കിയാലും 2 സെൻറ്റിമീറ്റർ ഓക്കെ ആണ്. 0.14 എടുത്ത് നോക്കിയാലോ? 0.14 എടുത്ത് നോക്കിയാലോ? 1.4 അതും ഓക്കെ ആണ്. അപ്പം 0.1 എന്ന് പറഞ്ഞ് എഴുതാം. 0.1 എന്തോന്നാണ്? കിലോഗ്രാം മീറ്റർ ആണ്. ഓക്കെ, അതിനാണ് ഞാൻ സ്കെയിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ വാല്യൂവിനും ഞാൻ എടുത്ത് സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാനായിട്ട്. ശരി, ഇനിയിപ്പം ഏതാ ആദ്യത്തേത്? എ എന്ന് പറയുമ്പം ഇതെടുത്തു. ഫ്രെയിം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് താത്ത് വെക്കാം. ഓക്കെ, അപ്പം എടുത്തു, നേരെ താഴെ കൊണ്ടുവന്നു, ഇവിടെ വെച്ചു. ഞാൻ ഇതിനെ ഞാനിപ്പം O ആയിട്ട് എടുത്തു. ഇതെത്രയാ? 0.1 വെച്ച് 0.225 ചെയ്യുമ്പം 0.225 ചെയ്യുമ്പോൾ കിട്ടുന്നത് 2.25. ഓക്കെ, അപ്പം 1, 2, 2.2, 3ൻ്റെയും നടുക്ക്. ഓക്കെ, എനിക്കത് കിട്ടി. അപ്പം ഞാൻ ഈ വരച്ചതാണ് എന്തോന്ന്? FCA. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇനി അടുത്ത വരയ്ക്കേണ്ടത്. അടുത്തത് എന്തോന്നാണ്? സി അല്ലേ? C 0.2. പി കാന്തിയുടെ അൺനോൺ അല്ലേ? അപ്പം അതിപ്പോൾ വരയ്ക്കാൻ പറ്റത്തില്ലല്ലോ, അവസാനം വരച്ചാൽ പോരെ. അപ്പം സീനെ എടുത്തു, ഇങ്ങനെ വെച്ചു, കറക്റ്റ് പാരൽ എടുത്ത് വെക്കുക, ഉണ്ടെങ്കോട്ട് കൊടുക്കുക, എന്നിട്ട് അളക്കുക. എത്ര? 0.2 അല്ലേ? 0.2നെ 0.1 കൊണ്ട് ചെയ്യാൻ നേരത്ത് 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് അവർ പറഞ്ഞു. അപ്പം ജസ്റ്റ് 2 സെൻറ്റിമീറ്റർ എടുത്തുകൊണ്ട് ഇവിടെയാണ് പോയിന്റ് വരുന്നത്. ഇതാണ് പോയിന്റ്. അപ്പം ഇതെന്തോന്നാണ്? FCC. അപ്പം ഇനി അടുത്ത എന്നതാ? ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത 0.14, അതായത് ഡീൻ്റെ ആംഗിൾ നമുക്ക് ഇവിടെ നിന്ന് അറിയാം. നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചു. അപ്പം D എടുത്തു. ഓക്കെ, D എടുത്തിട്ട് ഇതിനെ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. മണ്ടേക്കോട്ടാണോ താഴോട്ടാണോ വരയ്ക്കേണ്ടത്? താഴോട്ട്. എത്രയാണ് അതറിഞ്ഞൂടാ. അപ്പം അത് 0.14 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറയുമ്പോഴത്തേക്കും 1.4 എന്ന് പറഞ്ഞ് വരും. അപ്പം 1.4 സെൻറ്റിമീറ്റർ എടുത്ത് താഴേക്ക് വരയ്ക്കണം. ഓക്കെ, കറക്റ്റ് കേട്ടോ, 1.4. ഓക്കെ, അപ്പം ഇതാണ് എന്തോന്ന്? FCD. ഇതിവിടെ അവസാനിച്ചില്ലേ? ഇത് തുടങ്ങിയ പോയിന്റ് അല്ലേ? ഇതും കൂടെ കൂട്ടിമുട്ടിക്കാം. കൂട്ടിമുട്ടിച്ചു. അപ്പോൾ ഈ കൂട്ടിമുട്ടിച്ച ഈ സംഭവമാണ് എന്തോന്ന്? 0.038 MB. 0.038 MB. അതെത്രയാണ്? അളക്കുക. എത്ര എനിക്ക് കിട്ടിയ? എനിക്കിപ്പോൾ ഒരു 3.35 കിട്ടിയെന്ന്. 3.35 സെൻറ്റിമീറ്റർ. ഇനി എന്തോന്ന് ചെയ്യണം? സ്കെയിലുമായിട്ട് ഗുണിക്കണം. സ്കെയിൽ എത്രയാ? 0.1. അപ്പോൾ എങ്ങനെ എഴുതാം? 0.038 MB = 3.35 × 0.1 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പം 0.335 എന്ന് പറഞ്ഞ് കിട്ടി. 0.335 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ MB എന്ന് പറയുന്നത് 0.335 ഡിവൈഡഡ് ബൈ ഇങ്ങനെയല്ലേ ആ 0.038. അപ്പോൾ എത്ര വരും? 8.81. ഓക്കെ, ഇതിൻ്റെ 0.335 ഡിവൈഡഡ് ബൈ എത്ര വരും? 0.038 ചെയ്യാൻ നേരത്ത് 8.81 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 8.81 കിലോഗ്രാമാണ് മാസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം നമ്മൾ പെൻഡിങ് ആയില്ലേ? ഇതിനൊക്കെ ആയിട്ട് സ്പേസ് ഡയഗ്രാമിൽ വരയ്ക്കണ്ടേ? ഇങ്ങനെ കറക്റ്റ് വെച്ചു, സ്പേസ് ഡയഗ്രാമിൽ നീട്ടി വരച്ചു. ഇതാണ് എന്തോന്ന്? B. അപ്പോൾ നമുക്ക് എല്ലാം കിട്ടിയില്ലേ? A, B, C, D എല്ലാം കിട്ടിയില്ലേ? അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? താഴെ നിന്ന് വരാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസ് B.
മാസ് ബി കണ്ടുപിടിച്ചു 8.81 കിലോഗ്രാം, അത് കണ്ടുപിടിച്ചു. ആക്സിയൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലെയിൻസ് ഓഫ് റൊട്ടേഷൻ ഓഫ് സി ആൻഡ് ഡി എന്ന് പറഞ്ഞ് എഴുതിയിട്ട് x=0.45 അല്ലെങ്കിൽ 450 എന്ന് പറഞ്ഞ് കൊടുക്കുക, അത് കണ്ടുപിടിച്ചു. ഇനി ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസസ് ബി ആൻഡ് ഡി, ബിയും ഡിൻ്റെയും ഫ്രം മാസ് എയിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആൻറ്റി ക്ലോക്ക് വൈസും എടുക്കാം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ എഴുതേണ്ടത്? ഇത് എഴുതുവാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഇപ്പോൾ എഴുതി കാണിക്കാം. ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസ് angles between the masses A and B measured counter clockwise അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് എടുക്കാം. കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് എന്നിട്ട് എടുത്തിട്ട് തീറ്റ ബി എന്ന് പറഞ്ഞ് എടുക്കുക. എത്ര വരും? താഴെ കാണിപ്പോൾ നമ്മളിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇപ്പോൾ ഇവിടെ നിന്ന് മെഷർ ചെയ്യില്ല, എത്ര വരും എന്ന് പറയുന്നതാണ് 160 ഡിഗ്രിയാണ് വരുന്നത്. അപ്പം 360 ഡിഗ്രി മൈനസ് 160 ഡിഗ്രി, അപ്പം 360 മൈനസ് 160 എന്ന് പറയുന്നത് 200 ഡിഗ്രി. ഓക്കെ, തീറ്റ ബി. ഇനിയിപ്പോൾ ഇതേപോലെ എഴുതുക. ആംഗിൾസ് ബിറ്റ്വീൻ ദ മാസസ് എ ആൻഡ് ഡി മെഷർഡ് കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് തീറ്റ ഡി എന്ന് പറഞ്ഞെടുക്കുക. ഇത് എത്രയാണ് നടക്കുക? ഇത് എത്ര വരുമായിരിക്കും? 60 വരുമായിരിക്കും. 50. ഓക്കെ, ഏതാണ്ടൊരു 49 സംതിങ് കൊണ്ടാണ് വരുന്നത്. അതൊക്കെ നിങ്ങൾ നോക്കി എഴുതിക്കണേ. അപ്പം 360 ഡിഗ്രി മൈനസ് 49 ഡിഗ്രി ആണെങ്കിൽ 360 മൈനസ് 49 ചെയ്യുമ്പോൾ എത്ര വരും? 311 ഡിഗ്രി. എല്ലാം കാൽക്കുലേറ്ററിൽ അടിച്ച് തന്നെ നോക്കണേ. മനക്കണക്കിട്ട് അറിയാമെന്നുള്ള രീതിയിൽ എടുത്തിട്ട് ചില സമയത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം വാല്യൂസും തെറ്റും. കാൽക്കുലേറ്റർ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കിയേക്കാം, സ്പീഡിൽ ചെയ്യുക. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിൻ്റെ അത് ചോദിക്കുവാണെങ്കിൽ ബാലൻസിങ് മാസ് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ പാർട്ട് എയിലെ ഓറ്. അത് ഒന്നെങ്കിൽ സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ പറയും. സെയിം പ്ലെയിനിലെ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ ഇതായിരിക്കും ചോദ്യം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ മാസ്, റേഡിയസ്, ഫോഴ്സ് എന്നിട്ട് ഫോഴ്സ് പോളിഗൺ വരച്ച് കണ്ടുപിടിക്കുക. ഫോഴ്സ് പോളിഗൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ തന്നിരിക്കുന്ന ആംഗിൾ വെച്ച് നമ്മൾ സ്പേസ് ഡയഗ്രാമും കൂടെ വരയ്ക്കണം. അത്രേ ഉള്ളൂ. സ്പേസ് ഡയഗ്രാം പിന്നെ ഫോഴ്സ് പോളിഗൺ, ഇത് രണ്ടെണ്ണത്തിൽ കാര്യം തീരും. ഡിഫറെൻറ്റ് പ്ലെയിൻ ആണെങ്കിലോ നമുക്ക് പ്ലെയിന്, മാസ്, റേഡിയസ്, ഫോഴ്സ്, പിന്നെ ലെങ്ത്ത്, പിന്നെ കപ്പിൾ. ഫോഴ്സ് പോളിഗണും കപ്പിൾ പോളിഗണും വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്പേസ് ഡയഗ്രാം വരയ്ക്കുക, കപ്പിൾ പോളിഗൺ വരയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക, കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. ഇനിയിപ്പം ഒരു എക്സ്ട്രീം ലെവലിൽ, ചിലപ്പോൾ ഒരു അഡ്വാൻസ് ലെവലിൽ ചോദിക്കണമെങ്കിൽ ഡിഫറെൻറ്റ് പ്ലെയിനിൽ നിന്ന് ഈ 2 ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അതാണ് എന്തോന്ന് മാസ് കണ്ടുപിടിക്കാൻ. സംഭവങ്ങളെല്ലാം തന്നിട്ട് ഇതിൻ്റെ മാസാണ് ഇല്ലാത്തത്, ഇതിൻ്റെ ആംഗിളും ഇല്ല, അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ 4-മത്തേൻ്റെ വന്നിട്ട് ഇപ്പം എന്നാ പറയുന്നത്, ഒരു മാസ് തരത്തില്ല. അതുപോലെ തന്നെ ഒരെണ്ണം തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല, ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് തരത്തില്ല. പിന്നെ ആംഗിളും 2 എണ്ണമൊക്കെ തരത്തുള്ളൂ. അപ്പോൾ എന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ അതും കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ചോദ്യം പഠിച്ചു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 സൂപ്പർ സെറ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഇതാണ് ഈ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ പറഞ്ഞു തന്നത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക മാത്രം ചെയ്യാതെ ജസ്റ്റ് നമ്മളൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്ത് തന്നാൽ ഷുവറായിട്ടും ഇപ്പം ഒരു ക്വസ്റ്റ്യൻ ഒരു 2 തവണ ചെയ്ത് നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ 2 തവണ അങ്ങനെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മോമിന് ഏറ്റവും ഒരു പ്രശ്നമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ അറിയാമായിരിക്കും, പക്ഷെ ഒരെണ്ണം ചെയ്ത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ നേരത്ത് ഓരോന്ന് ചിലപ്പോൾ സ്കെയിൽ എടുക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ചിലപ്പോൾ സ്റ്റക്കായേക്കാം. ഓരോ സ്റ്റേജ് വരാൻ നേരത്ത് ചിലപ്പോൾ സ്റ്റക്കാകാൻ നേരത്ത് നമ്മൾ ചിലപ്പോൾ അത് ബാക്കി ചെയ്യുമായിരിക്കും, പക്ഷേ നമ്മൾ ഒരുപാട് ടൈം ആയിപ്പോവും. അങ്ങനെ ഒരുപാട് ടൈം പോയി കഴിയുമ്പോഴത്തേക്കും ബാക്കി മോഡ്യൂളൊന്നും അറ്റൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ 3 മണിക്കൂറാണ് എക്സാം. അതിൻ്റെ അകത്ത് പാർട്ട് ബി വന്നിട്ട് ഓരോ മോഡ്യൂൾ അരമണിക്കൂർ വെച്ച് തീർത്താൽ 2.5 മണിക്കൂർ കൊണ്ട് 5 മോഡ്യൂൾ തീർക്കാൻ പറ്റും. ബാലൻസ് കിട്ടുന്ന അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ പാർട്ടേ തീർക്കുക. അങ്ങനെയുള്ള രീതിയിൽ വേണം നോക്കാനായിട്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അപ്പം മോഡ്യൂൾ 5 ഇത്രയേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ.